നമ്മുടെ സങ്കടങ്ങളിലുണ്ടാവില്ല, നമ്മുടെ സന്തോഷങ്ങളിലുണ്ടാവില്ല. നമ്മളൊന്ന് ആഗ്രഹിക്കുകയാണ്, ഈശ്വര നമുക്കത് അറിയാം. ഒരാൾ ഈ വാട്സപ്പ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഐ ഹാവ് പ്രൂഫ്. അവരവിടെ ഉണ്ടായിരുന്നു. കുറേ മുള്ളുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് കുത്തി ഇറക്കിയതുപോലെ ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ഈ അടിവയറ് വേദന എടുക്കുമെന്നൊക്കെ പറയത്തില്ലേ, എന്നതുപോലെ എനിക്കൊരു ഫീൽ ഉണ്ടായി ആ സമയത്ത്. എനിക്കത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. എല്ലാവരെയും പോലെ എനിക്കും വിവാഹം, കഴുത്തിലൊരു താലിമാല, നെറ്റിയിലൊരു സിന്ദൂരം, ഇതെല്ലാം നമ്മളെല്ലാ സ്ത്രീകളും ഒരു കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നതാണ്. ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളിത് ആഗ്രഹിക്കും. ശുദ്ധ മണ്ടത്തരമാണ്. നമുക്ക് തോന്നുവാണ് നമ്മുടെ കൂടെ ആരൊക്കെയോ ഉണ്ട് എന്ന് നമുക്ക് തോന്നലാണ്. ആ തോന്നൽ വേസ്റ്റാണ്. എനിക്ക് സ്നേഹമുണ്ട്, എവിടെ? ഐ കാൺ സീ. എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, എവിടെ? മേ ബി എനിക്ക് ഭയങ്കര ജീവനാ അല്ലേ? ഒരു കുഞ്ഞു മനസ്സുണ്ട്. ആ കുഞ്ഞു മനസ്സ് പലയിടങ്ങളിലും വ്രണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? പരിഗണന കിട്ടാതെ പോവുകയാണ്. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ മൈ ഗോഡ്, എനിക്കതിപ്പോഴും ഓർക്കുമ്പോൾ ദേഹം പൊള്ളുന്ന പോലെ തോന്നാറുണ്ട്. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് ചിലയിടത്തുനിന്ന് ചില വാണിങ്ങുകൾ കിട്ടും. അറിയുന്ന ഒരു നിമിഷമില്ലേ, അവിടെ നമ്മൾ തകർന്നു പോകില്ലേ? അതുകൊണ്ട് റിലേഷൻഷിപ്പ്, എനിക്ക് ജീവിക്കണം, അന്തസ്സായിട്ട് ജീവിക്കണം. ഈ അന്തസ് എന്നുള്ള ഒരു പദം ഞാൻ എന്നും എടുക്കും. അന്തസ്സായിട്ട് എനിക്ക് ജീവിക്കണം. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ലുമിനോ ഫോക്കസിന്റെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിൽസി കെ വിൽസൺ ആൻഡ് ദിസ് ഈസ് അവർ ഷോ സുലൈമാനി വിത്ത് വിൽസി. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു ഗസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കറിയാം ഈ ഗസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു പേര് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ എന്നാലും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എന്ന് പറയുന്നതിനേക്കാളും അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് പേഴ്സണലി ഇഷ്ടം ഒരു റിയൽ ഇൻസ്പയറിങ് വുമണാണ്. അത് സ്ത്രീകൾക്ക് മാത്രമല്ല ഇൻസ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നത്, ഒരു ട്രാൻസ്ജെൻഡർ ഫുൾ കമ്മ്യൂണിറ്റിക്കും എല്ലാവർക്കും ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബോൾഡ് ആൻഡ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വുമണാണ്. മറ്റാരുമല്ല നമ്മുടെ കൂടെ ഉള്ളത് രഞ്ജുമാർ. ഹായ് രഞ്ജുമാർ, നമസ്കാരം. നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷങ്ങളാണ്, കാണുന്നില്ലേ? ഇതൊക്കെ തന്നെയാണ് വിശേഷം. ആദ്യം ഞാൻ പറയട്ടെ, നല്ല കേരള തനിമയില് നല്ല മലയാളി മങ്കയായിട്ട് സെറ്റ് സാരി ഒക്കെ ഉടുത്ത്, അത് ദുബായിൽ നല്ല സുന്ദരിയായിട്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ട് അപ്പൊ നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രഞ്ജിമനെ എല്ലാവർക്കും സാരിയിൽ കാണാനാണ് എപ്പോഴും എല്ലാവരും പറയാ, സാരിയിൽ കാണാനാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അപ്പൊ പറയും, വിശേഷങ്ങൾ പറയാം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇങ്ങനെ പോകുന്നു, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. ദുബായ് ബിസിനസ്സും നാട്ടിലെ ബിസിനസ്സുലും അക്കാഡമിയും എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. ആദ്യമേ തന്നെ പറയട്ടെ, രഞ്ജിമ ഇന്ന് ട്രാവൽ ചെയ്യാണ് നാട്ടിലേക്ക്. എയർപോർട്ടിൽ പോകുന്നതിൻ്റെ വഴിയിലല്ല രഞ്ജിമ ഇന്ന് ഒന്ന് വന്നിട്ട് പോകുമെന്ന് പറഞ്ഞപ്പം സത്യം ആദ്യം അവരുടെ രഞ്ജിമ, കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുവാണ്. രഞ്ജിമയ്ക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ ഇനി വരുമ്പോൾ സമയത്ത് ഇൻ്റർവ്യൂ തരാമെന്നുള്ളത്. പക്ഷേ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞപ്പം ഞാൻ ട്രാവൽ ചെയ്യാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല ഞാൻ വരാമെന്നാണ് പറഞ്ഞത്. അതിന് സത്യം പറയില്ല, താങ്ക് യു സോ മച്ച്. അല്ല, അതിന് താങ്ക്സ് എന്നല്ല, ചിലപ്പോൾ നമ്മൾ പറയാൻ മറന്ന ചില കാര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ നമുക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഈ മീഡിയ വഴി പറയുന്നത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപകാരമാകട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പല എന്താ പറയുക, ബിസി ഷെഡ്യൂളിലാണെങ്കിൽ പോലും ഞാൻ അതിന് സമയം കണ്ടെത്തും. ചിലപ്പോൾ നമ്മൾ ഒരു പോസ്റ്റായിട്ടിട്ടാൽ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. ചിലപ്പോൾ ഒരു ഇന്റർവ്യൂയിലൂടെ പറയുന്ന ചില കാര്യങ്ങൾ ചിലർക്ക് സ്പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ കൊണ്ട് ഞാൻ പലപ്പോഴും ആരെയും നിരുത്സാഹപ്പെടുത്താറില്ല. അല്ല, അത് പറഞ്ഞ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞു ഇൻസ്പയറിംഗ് വുമൺ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം രഞ്ജിമനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നാട്ടിൽ ഒരു ഓൾറെഡി എന്താ പറയുക, ഒരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ദുബായിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സോ എങ്ങനെയുണ്ട് ദുബായ് ലൈഫ്? അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഇനി രഞ്ജിമയ്ക്ക് പൂർണ്ണമായിട്ട് മയക്കാൻ വിട്ടുതരും കേട്ടോ. എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ, ദുബായ് ലൈഫ് എങ്ങനെയുണ്ട്, എങ്ങനെയാണ് ദുബായിലേക്ക് വന്നത്? ദുബായ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും എൻ്റെ സെക്കൻഡ് ഹോം ദുബായ് എന്ന്, നമ്മളെല്ലാവരും പറയും. സത്യം. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ഫസ്റ്റ് ഹോം ദുബായ് എന്നാണ്. അടിപൊളി. സീരിയസ്ലി, ഞാൻ ഇവിടെ ശരിക്കും
ദുബായ് എനിക്ക് ഇന്നും ഇന്നലെയോ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതല്ല. വർഷങ്ങൾക്ക് മുമ്പ് എനിക്കിഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു നഗരമാണ് ദുബായ്. പക്ഷേ ദുബായ് നഗരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഫോക്കസ് ചെയ്ത് വരികയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ദുബായിയുടെ ഗ്ലാമറിനെ കാണരുത്. ഉം. ദുബായിയുടെ മൊഞ്ചിൽ പോയി വീഴരുത്. വീണ് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുഡ് ബി മസ്റ്റ് വി വിൽ ദെയർ ഉം. ഡെഫിനിറ്റ്ലി. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം നാട്ടിൽ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ, എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതേ കഷ്ടപ്പാടുകൾ ഞാൻ ദുബായിലും അനുഭവിച്ചിട്ടുണ്ട്. ഉം. കാര്യം ഞാൻ വരുന്നതും പോകുന്നതും അല്ല. ഞാൻ വരുന്ന ഏത് ഫ്ലൈറ്റിൽ വരുന്നു, എങ്ങനെ തിരിച്ചു പോകുന്നു എന്നുള്ളതല്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇവിടെ എവിടെ സ്റ്റേ ചെയ്യുന്നു, എന്ത് കഴിക്കുന്നു, എവിടെ പോകുന്നു, അതെല്ലാം എൻ്റെ ഒരു സ്ട്രഗ്ലിങ് പീരീഡ്സുകളായിരുന്നു ആ ടൈമുകളിൽ. ഞാനതെല്ലാം അനുഭവിച്ചു. എനിക്കങ്ങനെ വാശിയുണ്ടായിരുന്നു. വാശിയല്ല, ചിലപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്റ്റാർട്ടിങ്ങിലേ തന്നെ ഇവിടെ വന്നിട്ടൊരു വീട് റെൻറ്റിന് എടുക്കുകയോ ഒരു ഡ്രൈവറെ വെക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഞാൻ നാട്ടിൽ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ ആ സ്ട്രഗ്ലിങ് എല്ലാം എനിക്കിവിടെ അനുഭവിക്കണം. ഉം. അതെല്ലാം എനിക്ക് ഫീൽ ചെയ്യണം. ഫീൽ ചെയ്തിട്ട് പതുക്കെ 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 എനിക്ക് മുന്നോട്ട് പോയാൽ മതി. എനിക്ക് വന്നങ്ങോട്ട് ഇറങ്ങി എനിക്കൊരു വലിയൊരു മാലപ്പടക്കം പൊട്ടിച്ചിട്ട് ഇരിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ ചെറിയൊരു പൊട്ടാസ് പൊട്ടിച്ചുകൊണ്ട് തുടങ്ങിയത്. അല്ല, ഞാനത് പറഞ്ഞപ്പം ഞാൻ വന്ന സമയത്ത് തന്നെ രഞ്ജിമയുടെ ഒരു ജേണി നമുക്കറിയാം. പക്ഷെ ഞാൻ വന്ന സമയത്ത് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് ചോദിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് ദുബായ് ലൈഫിലേക്ക് ഞാൻ വന്നത്. കാരണം ഇപ്പം രഞ്ജിമ ദുബായ് ലൈഫിലേക്ക് എത്തി നിൽക്കുന്നു. നമ്മളൊക്കെ കാണുമ്പോൾ രഞ്ജു രഞ്ജിമാർ എന്ന് പറയുന്നൊരു ബ്രാൻഡ്, ആ പേര് തന്നെ ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു അല്ലേ? അപ്പം രഞ്ജിമയുടെ ഒരു ജേണി ഉണ്ട്. 15-ാമത്തെ വയസ്സിൽ ഒരു കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളൊക്കെ തലയിലാവുകയാണ്. അതിനിടയ്ക്ക് ഇഷ്ടിക പണിക്ക് പോയിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് വീട്ടുകാരെ നോക്കാൻ വേണ്ടിയിട്ടുമൊക്കെ. ആ സെയിം ടൈമിൽ ഒരു 15 വയസ്സിൽ തിരിച്ചറിയുകയാണ് ഞാനൊരു പെണ്ണാണെന്ന് അറിയുകയാണ്. അപ്പോൾ ഈ രണ്ടിനും ഇടയിൽ ഇരിക്കണ ഒരു പീരീഡ് ഉണ്ട്. സോ അവിടെ നിന്ന് തുടങ്ങിയ ഒരു ജേണി, കാരണം നമ്മൾ ഒരുപാട് ഇൻസ്പിറേഷനായിട്ടുള്ള ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന പുരുഷന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിൽ രണ്ടും ഫേസ് ചെയ്തൊരു വ്യക്തിയാണ് രഞ്ജിമ എന്ന് പറയുന്നത്. സോ ആ ജേണി എങ്ങനെയായിരുന്നു? എനിക്കറിയാം അത് ഒരിക്കലും സിമ്പിൾ അല്ലെന്നറിയാം, എന്നാലും അല്ല, ഇറ്റ് വാസ് ഹോറബിൾ. അന്ന് അങ്ങനെ ഒറ്റ വാക്കിൽ വേണം പറയേണ്ടത്. അത് അനുഭവിച്ചവർക്ക് അത് നമുക്കൊരു ഉദാഹരണം പറയാൻ പറ്റില്ല. ഞാൻ തീർച്ചയായിട്ടും. ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊരിക്കലും നമുക്ക് ഉദാഹരണം പറയാൻ പറ്റില്ല. പക്ഷേ അത് ഞാൻ അങ്ങനെ അനുഭവിച്ചത് കൊണ്ടാണ് എനിക്ക് പിൽക്കാലത്ത് എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി ഊർജം സംഭരിച്ച് വെക്കാൻ കഴിഞ്ഞെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ആ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ ജോലിക്ക് ഇറങ്ങുന്നു. 15 വയസ്സെന്ന് പറയുമ്പം കളിച്ച് നടക്കേണ്ട പ്രായമാണ്. അതെ. SSLCയുടെ ആ ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കാൻ പോകും, പെൺകുട്ടികൾ നാട്ടിൻപുറത്ത് കല്ല് കളിക്കാനും സത്യം. ചക്ക് കളിക്കാനും ഒക്കെ പോകുന്ന ഒരു പ്രായം. ആ പ്രായത്തിൽ ഞാൻ ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ജേണി എനിക്ക് നേടിത്തന്നത് ഹൂ ആമായി, ഉം. അതാണ് എനിക്ക് നേടിത്തന്നത്. അപ്പം അതിലൂടെ ഇപ്പം ഞാൻ വരുന്ന തലമുറയോടും പറയുന്ന ഒരു കാര്യം അതാണ്, നമ്മൾ സ്വയം പര്യാപ്തരാകുക. അതിനുള്ള ഒരു കാലിബർ നമുക്കുണ്ട്. ആ കാലിബർ നമ്മൾ തിരിച്ചറിയണം, അതിനെ നമ്മൾ പോളിഷ് ചെയ്യണം. ഉം. അപ്പം അതാണ് എൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പീരീഡിൽ എനിക്കതാണ് എപ്പോഴും അതൊരു ഹൊറബിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15-ാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ ആ ചെറിയ പ്രായത്തിൽ തലയിൽ 10-25 ഇഷ്ടികകൾ നിരത്തി വെച്ച് ചുമക്കുക, ഇഷ്ടിക കളത്ത് ചൂട് എന്താ പറയുക, ഇഷ്ടിക വേവിക്കാനായിട്ട് തട്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ മൈ ഗോഡ്, എനിക്കതിപ്പോഴും ഓർക്കുമ്പോൾ ദേഹം പൊള്ളുന്ന പോലെ തോന്നാറുണ്ട്. അതിൻ്റെ പുറത്ത് നമ്മൾ നിൽക്കുമ്പോൾ കാലിൻ്റെയും കൈൻ്റെയൊക്കെ തൊലിയൊക്കെ ഉരിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ അനുഭവിച്ച് അപ്പം നമുക്കത് ആ സമയത്ത് ഈശ്വര ഇതെന്ത് ലൈഫ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഉം. ദിസ് ഈസ് ലൈഫ്, ഇതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് എന്ത് കഷ്ടപ്പാടാണ് ഈ ജീവിതം എന്ന് ഞാൻ ഒരിക്കലും ആലോചിക്കുന്നില്ല. പക്ഷെ അവിടെ നിന്നൊക്കെ അങ്ങ് പോയി എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു മാറ്റം, ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ കുറച്ചും കൂടി വേദന അനുഭവിക്കാൻ തുടങ്ങുന്നത്. ഉം. എന്നെനിക്ക് പരിപൂർണമാകാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യചിഹ്നം വരുന്നത്. സമയം കടന്നു പോകുന്നു, പ്രായം കടന്നു പോകുന്നു, എനിക്ക് എങ്ങും എത്താൻ കഴിയുന്നില്ല.
ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്തിലാണോ എനിക്ക് അതിലേക്ക് എത്താൻ കഴിയുന്നത്, അവിടെയാണ് എനിക്ക് മെൻ്റലി ടോർച്ചറിങ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് അവിടെ ഞാൻ പൊരുതി. അല്ല, അതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം രഞ്ജിമ പറഞ്ഞു, ഇപ്പം 15-ാമത്തെ വയസ്സിലെ കാര്യം പറഞ്ഞു. അതായത് എത്രാമത്തെ വയസ്സിലാണ് രഞ്ജിമ, അതായത് ഇപ്പം എനിക്കറിയാം രഞ്ജിമയ്ക്ക് അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. എത്രാമത്തെ വയസ്സിലാണ് ഓക്കെ ഞാനൊരു പുരുഷ ശരീരവും അതേപോലെ തന്നെ എൻ്റെ മനസ്സ് സ്ത്രീ ആണെന്നുള്ളത് എപ്പോഴാണ് രഞ്ജിമ അല്ല, തിരിച്ചറിയണത്? ഓക്കെ. തിരിച്ചറിയുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ ആത്മാവ് പറയാണ്, നമ്മുടെ ആത്മാവ് പറയാണ് നീ വുമണാണ് എന്നുള്ളത്. അത് ഞാൻ എൻ്റെ അമ്മയോട് ഷെയർ ചെയ്യുന്നു, അത്രയേ അപ്പൊ ഉള്ളൂ. ആദ്യം അമ്മയോട് പറഞ്ഞപ്പോ അമ്മയുടെ ഒരു എന്തായിരുന്നു നോ, ഒരു അമ്മയുടെ എക്സ്പീരിയൻസ്, അമ്മ എപ്പോഴും സാധാരണ രീതിയിൽ ആസ് യൂഷ്വൽ അന്നും ഇന്നും എപ്പോഴും എന്നെ ഒന്നിലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. നിനക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നു നിനക്കത് ചെയ്യാം എന്നുള്ളത്. ആരാണ് രഞ്ജിമയുടെ ഒരു റോൾ മോഡൽ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ രഞ്ജിമയുടെ ലൈഫിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വുമൺ അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരാൾ ആരാണ്? ആരുമില്ല, ഞാൻ ആരുമില്ല. തന്നെയാണ്. എൻ്റെ റോൾ മോഡൽ ഞാൻ തന്നെയാണ്, എൻ്റെ ഇൻസ്പിറേഷൻ ഞാൻ തന്നെയാണ്. ബിക്കോസ് എൻ്റെ ലൈഫ് ഞാൻ കഷ്ടപ്പെട്ടതും ആസ്വദിച്ചതും എൻ്റെ നെഗറ്റീവും എൻ്റെ പോസിറ്റീവും എ ടു ഇസഡ് അറിയാവുന്ന ഒരേ ഒരാൾ ലോകത്ത് ഞാൻ തന്നെയാണ്. ദൈവത്തിന് അറിയായിരിക്കും, പക്ഷെ ദൈവം അത് കാണിച്ചു കൊടുക്കുന്നില്ലല്ലോ. എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയ്ക്ക് പോലും അറിയത്തില്ല എൻ്റെ മനസ്സിൽ എന്താണെന്ന്. അപ്പം ഞാനാണ് എൻ്റെ റോൾ മോഡൽ. ഞാനാണ് എൻ്റെ തെറ്റുകൾ തിരുത്തേണ്ടത്, എൻ്റെ ശരികൾ കൂട്ടേണ്ടത് ഞാനാണ്. എന്നിലുള്ള എന്തൊക്കെ പോരായ്മകളുണ്ടോ അതൊക്കെ ലെവൽ ചെയ്ത് കൊണ്ടുപോകേണ്ട ആൾ ഞാനാണ്. അപ്പം എൻ്റെ റോൾ മോഡൽ ഓൾവേസ് അതൊരു ഞാൻ വലിയൊരു തന്നെയാണ്. ഒരു പോയിന്റ്. കാരണം നമ്മളെപ്പോഴും പലപ്പോഴും നമ്മുടെ റോൾ മോഡൽ ആരാണ്, ഒരു നോ നോ ഇൻസ്പിറേഷൻ നോ, എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് പറയാനായിട്ട് ഇപ്പം ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ പുസ്തകങ്ങൾ വായിച്ച് ഇന്ദിരാഗാന്ധിയുടെ ലൈഫ് സ്റ്റോറികൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടേത് വായിച്ചിട്ടുണ്ട്, മദർ തെരേസയുടേത് വായിച്ചിട്ടുണ്ട്, ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ, അംബേദ്കറിൻ്റേത്, സുഭാഷ് ചന്ദ്രബോസ്, മഹാത്മാഗാന്ധി, അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കിതിനിടയിലൊക്കെയോ എവിടെയൊക്കെയോ നമ്മളും കടന്നു പോകും. തീർച്ചയായിട്ടും. നമ്മുടെ ലൈഫിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ടുകൾ അവിടെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലരിൽ നിന്നും എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവൻ രേഖയുടെ ഉം. ആ രേഖ, ആക്ട്രസ് രേഖ, ബോളിവുഡ് ആക്ട്രസ് രേഖയുടെ ലൈഫ് സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കരയാതെ ആ പുസ്തകം വായിച്ചു തീർക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സ്ട്രഗ്ലിംഗ് പീരീഡ് അവർ അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ ആ മനസ്സിലെ പ്രണയവും സ്നേഹവും ലൈഫും എല്ലാം അവരെങ്ങനെയായിരുന്നു ഉൾക്കൊണ്ടത് എന്നുള്ളതും അവരിപ്പോൾ അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് ഫോർഗറ്റ് ചെയ്തതെന്നൊക്കെ ഇപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റ് കൂടും, രേഖയോട്. കാരണം അത്രത്തോളം ആ സ്ത്രീ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്നെല്ലാം പകർന്നു കിട്ടുന്നുണ്ട് ചില കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതർവൈസ് എനിക്കൊരു ഇൻസ്പിറേഷൻ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എൻ്റെ മനസ്സിലിങ്ങനെ കുറേ ആൾക്കാരുടെ മുഖങ്ങളുണ്ട്. ജനിച്ച സമയം തൊട്ട് ചെറുപ്പകാലം മുതൽ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്ത് അതിനെ പൊരുതി തോൽപ്പിച്ച് ജയിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു വ്യക്തിയാണ് അല്ല രഞ്ജിമ എന്ന് മോളെ, പറയണത്. ജയിക്കുക എന്നുള്ളതല്ല, അന്നും ഇന്നും എനിക്ക് ജയിക്കുക എന്നുള്ളതല്ല. ഞാൻ തോറ്റോ ജയിച്ചോ എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല. സത്യമായിട്ടും അന്നും ഇന്നും ഞാൻ ആരുടെയും മുമ്പിലും ഞാൻ ജയിച്ചു അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയി എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ജീവിക്കുവാണ്, തീർച്ചയായിട്ടും. ഞാൻ ജീവിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ഈ ജീവിതത്തിൻ്റെ ഇടയിൽ വരുന്ന ചില പാഠങ്ങളുമാണ് ഞാനിപ്പോൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കെയറിങ്, ലവ്, പരിഗണന, ഉൾക്കൊള്ളൽ, സഹതാപം, റെസ്പെക്റ്റ്, അല്ലെങ്കിൽ എന്താ വാട്ടെവർ, എല്ലാം കൂടി കലർന്ന ഒരു ലൈഫിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞാൻ ജയിച്ചോ തോറ്റോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് ജീവിക്കണം. ഞാൻ ജീവിക്കുമ്പോൾ അന്തസ്സായിട്ട് തന്നെ ജീവിക്കണം. ആ വേർഡ് ഞാൻ എടുക്കും, അന്തസ് എന്നുള്ള ഒരു വേർഡ് ഞാൻ എടുക്കും. ബിക്കോസ് നമ്മൾ ജനിച്ചു, മരിച്ചു, ജനനവും മരണവും ഇതിൻ്റെ ഇടയിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. അതെ. ജനനം ഈസ് എ റിയാലിറ്റി, മരണം ഈസ് എ റിയാലിറ്റി. ഇതിനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ജീവിതം ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ രഞ്ജിമ, സത്യം പറഞ്ഞാല് ഞാനിവിടെ എല്ലാവരും വന്നു കഴിഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പോഡ്കാസ്റ്റ് സുലൈമാനി വിത്ത് വിൽസി എന്നാണ് ഈ പോഡ്കാസ്റ്റിന്റെ പേര്. നമ്മൾ സുലൈമാനി കുടിച്ചോണ്ട് തുടങ്ങാന്നുള്ളത് ഇന്ന് ഞാൻ മറന്നുപോയി. സുലൈമാനി പാതി ആറി. കാരണം എന്താ വെച്ചാല് സാരമില്ല, അല്ല, അത് ഞാൻ കാരണം എന്താ അറിയോ? എന്തായാലും വിൽസി കൊണ്ടുവച്ച സുലൈമാനിയല്ല, ഞാൻ അല്ല, അതിന് കാരണം എന്താ അറിയോ? രഞ്ജിമയോട് സംസാരിക്കുമ്പോ കൊള്ളാട്ടോ. ആരുണ്ടാക്കിയേ? ഞാനല്ല, ഞാൻ നിൽക്കുന്ന ആളാണോ? രഞ്ജിമ ഒരുപാട് ഇൻ്റർവ്യൂസ്, ഒരുപാട് ചാനൽ ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് അവകാശപ്പെടാൻ പറ്റുന്നൊരു കാര്യം ഇവിടെയുണ്ട്.
ആദ്യമായിട്ടാണ് രഞ്ജും ഒരു ഓ പോഡ്കാസ്റ്റിൽ വന്നിരിക്കുന്നത്. ആ ക്രെഡിറ്റ് സുലൈമാനി വിത്ത് വിൽസി. വിൽസി. അല്ല അതെന്താ പറയാ, ഈ മൈക്കിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. ഇപ്പൊ നമ്മൾ സാധാരണ ഇന്റർവ്യൂസ് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ, സംതിങ് നമുക്ക് അതെ എന്തോ ഒരു അതെ അതെ കണക്ഷൻ അതെ ഫീൽ അതെ ചെയ്യുന്നില്ലേ? അല്ലെ രഞ്ജുക്ക് അങ്ങനെ ഫീൽ തീർച്ചയായിട്ടും ചെയ്തില്ലേ? തീർച്ചയായിട്ടും. പാവ രഞ്ജുക്ക് ഫീൽ ചെയ്ത് ഞാൻ സംസാരിപ്പിച്ച് ഫീൽ ഏ ആക്കുമെന്നൊക്കെ. ഓക്കെ, നമുക്കിനി കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. ഓക്കെ. ഓക്കെ, അപ്പം രഞ്ജുമ്മയുടെ ട്രാൻസിഷനെ പറ്റി നമ്മളിങ്ങനെ സംസാരിക്കുമായിരുന്നല്ലോ. ഈ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം എന്തായിരുന്നു ഒരു ട്രാൻസിഷൻ ജേർണിയിൽ? ലൈക്ക് സർജറി ആയിരുന്നോ, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഒരു ബുദ്ധിമുട്ടുകളായിരുന്നോ? എന്തായിരുന്നു രഞ്ജുമ്മയുടെ ഈ ഒരു ട്രാൻസിഷൻ ജേർണിയിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം? ഇവനിപ്പോൾ ചലഞ്ചിങ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉം, ആ, എന്താ പറയുക, ആ ഒരു സർജറി ടൈം ഉം, ചലഞ്ചിങ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും. നമ്മളെപ്പോഴും എന്താ പറയുക, ആ, വേണം വേണ്ട, ഒരിക്കലും നമുക്കിതിനിടയിൽ നിൽക്കാൻ പാടില്ല. അതെ. ഒന്നെങ്കിൽ എനിക്ക് സർജറി വേണം, ഉം, ഇല്ലെങ്കിൽ വേണ്ട. ഇത് നമ്മുടെ ഡിസിഷനാണ്. വോട്ടവർ അതിനപ്പുറത്തേക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല കാര്യം. നമുക്ക് ഈ സർജറി വേണം, എനിക്ക് ഈ സർജറി കൊണ്ട് ഞാൻ എന്താണ് ഉൾക്കൊള്ളുന്നതെന്ന് മനസ്സിലാക്കണം നമ്മൾ ആദ്യം. ബിക്കോസ് നമുക്കിപ്പം എൻ്റെ സർജറി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു ഫ്യൂച്ചർ ലൈഫായിരുന്നു. ഉം, എന്നിലുള്ള അവ്യക്തമായിട്ടുള്ളത് എന്തോ, എന്നെ പൂർണ്ണമാക്കാത്തത് എന്തോ എന്നിലുണ്ട്. അതെനിക്ക് എന്നിൽ നിന്ന് റിമൂവ് ചെയ്താൽ, അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തിയാൽ മാത്രമേ എനിക്ക് ആ പൂർണ്ണതയിലേക്ക് എത്തൂ എന്നൊരു തോന്നൽ എന്നിലുണ്ടായിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ ട്രാവലിങ്ങിലാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഉം, ഞാൻ മാറ്റി നിർത്തപ്പെടുന്നു, എനിക്കൊരു ഒരു ഒരു സ്ഥാനം, സെപ്പറേറ്റ് ഒരു സ്ഥാനം തരുന്നു. ഉം, അതൊക്കെ എന്നെ മാനസികമായിട്ട് കുറേ ബുദ്ധിമുട്ടിപ്പിച്ചു. അപ്പം ഞാൻ എടുത്ത ഒരു ഡിസിഷനാണ് വിൽ ഡു സർജറി. ഉം, ദെൻ അതത്രയും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സർജറി ആണെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. ദെൻ സത്യം പറഞ്ഞാൽ ആഫ്റ്റർ മൈ സർജറിയിലാണ് ഇത്രയും ഡിഫിക്കൽട്ടി സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയുന്നത്. ദെൻ ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടച്ച് വിട്ട് ദൈവത്തിൻ്റെ അദൃശ്യമായ ശക്തി എന്നെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏകദേശം 14 മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു സർജറി ആയിരുന്നു എൻ്റെത്. ഓ, അപ്പോൾ ആ 14 മണിക്കൂറും നമ്മളൊരു മരണത്തിൻ്റെ ഉം, നേർവരയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കാം? ഒരു നൂൽപ്പാലത്തിലൂടെ ഒരു മനുഷ്യനെ എടുത്ത് നടക്കാൻ പറയുകയാണ്. ആ നൂൽപ്പാലത്തിൽ ചിലപ്പോൾ പൊട്ടിയേക്കാം, ചിലപ്പോൾ ചാഞ്ഞു പോയേക്കാം, എന്ത് സംഭവിക്കാം. കാരണം നമ്മളൊരു ചുമരിലൊരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ മായ്ച്ച് അതിനെ ഭംഗിയാക്കാം, വീണ്ടും വീണ്ടും മായ്ച്ച് 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 വൃത്തിയാക്കാം. ഒരു തീർച്ചയായിട്ടും. ബോഡിയിൽ ഒരു റീക്രിയേഷൻ നടക്കുമ്പോൾ അവിടെ എന്തും സംഭവിക്കുക. അതിന് നമുക്ക് വീണ്ടും അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടുന്നത് സെൽഫ് കോൺഫിഡൻസ്, ഉം, കെയറിങ് എല്ലാം കൃത്യമായിട്ട് വേണം. ഐ എം സോ ഹാപ്പി ഫോർ മൈ സർജറി. ബിക്കോസ് എൻ്റെ സർജറിയിൽ എന്നെ ഒരു കുഞ്ഞിനെ പോലെ, അതായത് ഒരു പ്രസവിച്ചിട്ട കുഞ്ഞിനെ എങ്ങനെയാണ് കയ്യിൽ ഉം, കോരിയെടുത്ത് നോക്കുന്നത്, അതുപോലെ എൻ്റെ മകൾ എന്നെ നോക്കിയിട്ടുണ്ട്, സൂര്യ. ഉം, അപ്പം അത്രയും എനിക്ക് എൻ്റെ ഞാൻ കിടക്കുന്ന എൻ്റെ ബെഡിൻ്റെ താഴെ ഉറക്കം വളച്ച് എന്താമ്മ 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 എന്നുള്ള രീതിയിൽ അവൾ എന്നെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെയാണ് നോക്കിയത്. പിന്നെ സർജറി കഴിഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുവന്നപ്പം ഒരുപറ്റം കുട്ടികളാണ് എനിക്ക് ചുറ്റിനും. ഉം, ഹരിണിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വൈറ്റമിൻസുകൾ കൂട്ടാനുള്ള ജ്യൂസുകൾ ഉണ്ടാക്കുന്നു, ഉം, അനിമോളാണെങ്കിൽ എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നു, ജാനകിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം ഉളച്ച് കൂട്ടിരിക്കുന്നു. ഇങ്ങനെ എൻ്റെ കാലിങ്ങനെ തടവി തരുക, തടവി 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 ചിലപ്പോൾ അവൾ അവിടെ കിടന്നങ്ങ് ഉറങ്ങും. ഉം, അങ്ങനെയുള്ള ഇത് എന്നെ നന്നായിട്ട് കുളിപ്പിക്കുന്നു, എൻ്റെ ഉം, മുടി വളർത്താനായിട്ടുള്ള മരുന്ന് തേച്ച് തരുന്നു, എൻ്റെ ബോഡി സ്മൂത്ത് ആകാനുള്ള ക്രീമുകൾ തേച്ച് തരുന്നു. അങ്ങനെയുള്ള, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആസ്വദിക്കുകയായിരുന്നു ആ സമയങ്ങളിലെല്ലാം. ഓ, ബിക്കമിങ് ആം എ വുമൺ എന്നുള്ളത്. അത് ഞാനിത് കഴിയുമ്പോൾ പതുക്കെ 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 നമ്മുടെ ബോഡി അതുമായിട്ട് അങ്ങോട്ട് ഉം. അക്സെപ്റ്റ് ചെയ്ത് വരുമ്പോൾ, ഓ മൈ ഗോഡ്, ഞാനിപ്പോൾ എൻ്റെ കുളിക്കുന്ന സമയം നീട്ടിയിട്ടുണ്ട്. ഓ. അല്ല, ഈ ആഫ്റ്റർ സർജറിക്ക് ശേഷം രഞ്ജിമ ഇത് ഒരുപാട് ടൈം എടുക്കും ഇത് റിക്കവർ ആവാൻ ഒന്ന് യാ യാ സെറ്റ് യാ ഇത് ഇസ് നോട്ട് ഈസി. ഇതൊരു ബോഡിയിൽ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. അപ്പം അതെ. അതിനെ നമ്മൾ ആ എന്താ പറയുക, മുറിവ് ഉണങ്ങി വരുവാനായിട്ടും ഒക്കെ സമയമെടുക്കും. ഉം, ഇന്ന് സർജറി ചെയ്യുന്ന നാളെ ഞാൻ പെണ്ണാന്ന് ഉം, പറഞ്ഞ് ചാടിത്തുള്ളി ഇറങ്ങാൻ പാടില്ല. ഉം, അതിൻ്റെ എവിടെയൊക്കെയോ ആണ് തുന്നലുകൾ, എവിടെയൊക്കെയോ തുന്നലുകൾ ഉണ്ടാകും.
അതിനെല്ലാം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ദിസ് ഈസ് എ വെരി ഡേഞ്ചർ. അത് ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ സത്യം പറയാം രഞ്ജിം. അതായത് പല ആൾക്കാരും സർജറി ചെയ്യുന്നതിൽ നമ്മൾ പല ന്യൂസുകളും പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അതായത് സർജറിക്ക് ശേഷം വരുന്ന കോംപ്ലിക്കേഷൻസ്, അത് ഫേസ് ചെയ്ത ആൾക്കാർ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റോറീസ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമുക്ക് അത് ചിലപ്പോൾ അത് യാ. പറയുമ്പോൾ നമ്മളത് വിഷമത്തിലേക്ക് പോകും. പക്ഷേ അതൊരു ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നു രഞ്ജിമ ഈ പറഞ്ഞതുപോലെ രഞ്ജിമയ്ക്ക് സപ്പോർട്ടായിട്ട് ഈ പറഞ്ഞ പോലെ രഞ്ജിമയുടെ മക്കൾ, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതായത് എനിക്കറിയാം രഞ്ജിമയുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു സ്വപ്നവും ആഗ്രഹം എന്ന് പറയുന്നത് അമ്മയാകുക എന്നുള്ളതാണ്. അതിൽ ചിലപ്പോൾ രഞ്ജിമയുടെ ആ ഒരു ആഗ്രഹം കൊണ്ടാണ്, എനിക്കറിയില്ല. കാരണം എല്ലാ ആൾക്കാരും രഞ്ജിമയ്ക്ക് അധികം പ്രായമൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഞാൻ പറയട്ടെ. പക്ഷേ ഞാൻ ഉൾപ്പെടെ, ഞാൻ എന്തിനാ വിളിക്കണമെന്ന് അറിയാം രഞ്ജിമ, നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷേ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് പല വീഡിയോസിലും രഞ്ജിമയുടെ പല സ്റ്റോറീസും കാണുമ്പോഴത്തേക്കും നമുക്കൊക്കെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വുമൺ ആണ്. നമ്മളൊക്കെ ഒന്നും അല്ല, അതായത് ഇങ്ങനെയാണ് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ്. അപ്പോൾ അതൊരു റെസ്പെക്റ്റോട് കൂടിയിട്ട് ഇഷ്ടത്തോട് വിളിക്കുന്നതാണ് അല്ല, രഞ്ജിമ എന്നുള്ളത്. അമ്മയാകാനുള്ള ആഗ്രഹം ഏതൊരു സ്ത്രീയിലും ഉണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. ഏതൊരു സ്ത്രീയിലും ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ ഈ അമ്മ പരിവേഷം ഞാൻ എടുത്തണിഞ്ഞതല്ല, ഉം. എന്നെ എടുത്ത് അണിയിച്ചതാണ്. ഉം. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു അമ്മ ഒരു പരിവേഷത്തിലേക്ക് നിൽക്കണം എന്നുള്ള ഒരു ചിന്തകളോ, എനിക്ക് അങ്ങനെയുള്ള ഒരു എന്താ പറയുക, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഈ ഫോർമാലിറ്റീസുകൾ, കുടുംബ പശ്ചാത്തലങ്ങളൊന്നിനും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഇവൻ ഇപ്പോൾ സൂര്യയൊക്കെ അങ്ങനെ ഒരു കൾച്ചറിൽ ജീവിച്ചപ്പോഴൊക്കെ ഞാൻ അവളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഇവൻ ഹരിണി പോയപ്പോഴും ഞാൻ ഹരിണിനെ ചീത്ത, ദീപ്തിനെയും ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്കത് വേണ്ട, നമ്മൾ വി ആർ ഈക്വൽ. എനിക്ക് റെസ്പെക്ട് ചെയ്തിരുന്നു, ഞാനും നിനക്ക് റെസ്പെക്ട് ചെയ്തു, അങ്ങനെയുള്ളത്. പക്ഷെ ഓട്ടോമാറ്റിക്കലി പോകെ 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 ഇവരെല്ലാം എൻ്റെ മക്കളുടെ സ്ഥാനത്തേക്ക് വന്നു. അത് ചിലപ്പം സാഹചര്യങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ ഞാൻ അവർക്ക് കൊടുത്ത പ്രൊട്ടക്ഷൻ കൊണ്ടാകാം, കെയറിങ് കൊണ്ടാകാം, ഓട്ടോമാറ്റിക്കലി സംഭവിച്ചതാണ്. ഓട്ടോമാറ്റിക്കലി ഒരിക്കലും ഞാൻ നിന്നെ മകളായി സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അമ്മയായിട്ട് സ്വീകരിക്കുന്നു എന്നുള്ളൊരു ചടങ്ങിലല്ല ഞങ്ങൾ അമ്മയും മക്കളും ആയത്. അതൊരു സിറ്റുവേഷനിലൂടെ ആയതാണ്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മോള് മുമ്പ് പറഞ്ഞതുപോലെ എന്നെ സംബന്ധിച്ച് എനിക്ക് ചെറിയ ഫ്രോക്കൊക്കെ ഇട്ട്, ഒരു സ്ലീവ്ലെസ് ഇട്ട്, അല്ലെങ്കിൽ ഒരു സ്പെഗറ്റിയൊക്കെ ഇട്ട്, ഇങ്ങനെ ജോളിയായിട്ട് ലൂസ് ഹെയറൊക്കെ ഇട്ട്, ഇങ്ങനെ എന്നെ കുറച്ചറിയാവുന്നവർക്കറിയാം ഞാൻ ആരാണെന്നുള്ളത്. അപ്പം എനിക്ക് അങ്ങനെ ഫ്ലേബേർഡായിട്ട് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അറ്റ് ദ സെയിം ടൈമിൽ എൻ്റെ ഉള്ളിലൊരു ഒരു അമ്മ കിടപ്പുണ്ട്, ഒരമ്മയുണ്ട്. അപ്പോൾ മേ ബി എൻ്റെ അമ്മ എന്നെ വളർത്തിയ പശ്ചാത്തലം, അല്ലെങ്കിൽ എൻ്റെ ചേച്ചി എന്നെ കുഞ്ഞുനാളിൽ കെയർ ചെയ്തത്, ഇതൊക്കെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെ കിടക്കുന്നത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് ഈ ചെറിയ കുട്ടികൾ ഞാനുമായിട്ട് അറ്റാച്ച് ആവും. എവിടെ പോയാലും എത്ര കഴിഞ്ഞു, ഈവൻ ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ വെയിറ്റിംഗ് ചെയ്യുന്ന സമയത്താണെങ്കിലും, കുഞ്ഞുങ്ങൾ നിർത്താതെ അതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ചില കുട്ടികൾ ഭയങ്കരമായിട്ട് നിർത്താതെ കരയും. അപ്പം ഞാനിങ്ങനെ ഒന്നും ചോദിക്കാതെ നിന്നിട്ട് ഞാൻ പെട്ടെന്ന് എന്നിട്ട് ഞാൻ ഇങ്ങനെ തട്ടിയിട്ട് കൊച്ചുങ്ങൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് കരച്ചിൽ നിർത്തി കളിക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെയാണ്. ഒരിക്കൽ ഇതുപോലെ ഞാൻ എറണാകുളത്ത് ലുലു മാൾ, അതിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ഇങ്ങനെ നിൽക്കുക, ഒരു കുഞ്ഞ് ഭയങ്കരമായിട്ട് കരച്ചിൽ നിർത്തുന്നതേ ഇല്ല. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് അതിനൊരു 3-4 മാസമേ ആയിട്ടുള്ളൂ. അതിനെയും കൊണ്ട് ലുലു മാളിൽ വന്നിരിക്കുക, നിർത്താതെ കരയുക. അപ്പം ഇതിൻ്റെ അമ്മയാണോ അച്ഛനാണോ ആരോ ബാത്റൂമിൽ അങ്ങാണ്ട് പോയിരിക്കുക, ഈ കുഞ്ഞ് ഭയങ്കര കരച്ചിൽ തോളത്ത് കിടന്നിട്ട്. ഞാൻ ഓടിച്ചൊന്നും ഒന്നും നോക്കില്ല, ഞാൻ കൊച്ചിനെ എടുത്ത് ഞാൻ ഇങ്ങനെ തട്ടി 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 കൊച്ചിന് കരച്ചിൽ മാറി, കുട്ടി നല്ല കൂളായി. ഉടനെ ഇതിൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു, അതെ അമ്മ തന്നെയാണ്, ബാത്റൂമിൽ പോയിരിക്കുമായിരുന്നു. ഈ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് ഒരു വല്ലാത്തൊരു നോട്ടം എന്നെ നോക്കി, ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് ഈ കുഞ്ഞിനെ എടുത്തും കൊണ്ട് അങ്ങ് പോയി. എന്നാൽ എന്നെ നോക്കിയൊന്ന് ചിരിക്കുക, ഒന്നും ചെയ്തില്ല. അതെനിക്ക് ഭയങ്കര ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു എന്തോ കുറേ മുള്ളുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് കുത്തി ഇറക്കിയതുപോലെ ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ഈ അടിവയറ് വേദന എടുക്കുമെന്നൊക്കെ പറയത്തില്ലേ, എന്നതുപോലെ എനിക്കൊരു ഫീലുണ്ടായി ആ സമയത്ത്. എനിക്കത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. പക്ഷേ ചിലയിടത്ത് കുഞ്ഞുങ്ങളെ എൻ്റെ കയ്യിലേക്ക് കൊണ്ടുതരും ചില അമ്മമാർ. രഞ്ജിമ ഒന്നെടുക്ക് രഞ്ജിമ എന്ന് പറഞ്ഞിട്ട് അവരെൻ്റെ കയ്യിൽ കൊണ്ടുതരും. ഇപ്പോൾ ഷോപ്പിലൊക്കെയാണ്, ഇപ്പോൾ ദുബായിലാണെന്നുണ്ടെങ്കിലും പ്രഗ്നൻസി ആയിരിക്കുന്ന ചില സ്ത്രീകൾ വരും. അപ്പോൾ അവർ വന്നിട്ട് എന്നോട് പറയും, എൻ്റെ വാവേനെ ഒന്ന് ബ്ലെസ് ചെയ്യണം കേട്ടോ, നല്ല കുഞ്ഞാകാൻ. അങ്ങനെ അതും നമുക്കൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം എങ്ങനെ നോക്കിയാലും എനിക്കൊരു അമ്മയാകുക എന്നുള്ളത് എൻ്റെ മനസ്സിലായി. മേ ബി എനിക്ക്
യാഥാർത്ഥ്യമാക്കാൻ പറ്റാത്തൊരു ഒരു അതിലേക്ക് ഞാൻ വരുമ്പോൾ ഒരു കാര്യം ചോദിക്കണം. എനിക്കറിയില്ല, ഞാൻ പറയണതിൽ കംഫോർട്ട് അല്ലെങ്കിൽ രഞ്ജിമ അത് വിട്ടേക്കും. അതായത് ഇപ്പം സർജറിനെ പറ്റി ഇപ്പോൾ ഒരുപാട് സർജറികൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ടെക്നോളജികൾ ഡെവലപ്പായി വരുന്നുണ്ട്. സോറി കേട്ടോ രഞ്ജിമ, ഇറ്റ്സ് ഇമോഷണലാക്കി. ഓക്കെ. അപ്പം ഒരുപാട് സർജറീസുകൾ വരുന്നുണ്ട്. അപ്പം എന്തെങ്കിലുമേ ഫ്യൂച്ചറിലാണെങ്കിൽ നമുക്ക് അമ്മയാകാൻ പറ്റുന്ന ഞാൻ ഒരു അതിൻ്റെ അങ്ങനത്തെ. പോസിബിലിറ്റീസുകളെല്ലാം ഞാൻ നോക്കി. ഓ എവറിത്തിങ് ഞാൻ നോക്കി. അതൊരു ലോങ് ലാസ്റ്റിംഗ് പ്രോസസ്സിംഗ് ആണ്. ലോങ് ഓ ടൈം പ്രോസസ്സിംഗ് ആണ്. ആ ലോങ് ടൈം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഞാനുണ്ടാവില്ല, ആ ഒന്നെങ്കിൽ ലൈക്ക് കുഞ്ഞുണ്ടാവില്ല. റിസ്ക് എടുത്തിട്ടുള്ള റിസ്ക് ഒരു. അത്രയും റിസ്ക് എടുക്കണം. അത്രയും നാള്, അതായത് ഒരു 6 to 7 മന്തോളം തന്നെ ഞാൻ ബെഡ് റെസ്റ്റിൽ തന്നെ ആയിരിക്കണം. ഒന്ന് ചരിയാനോ പിരിയാനോ ഒന്നും പറ്റരുത്. അങ്ങനെ അതിനെ കാത്തു സൂക്ഷിച്ച് അതിനെ എടുത്തു വെന്റിലേറ്ററിലേക്ക് മാറ്റി അതൊന്ന് ജീവൻ്റെ തുടുപ്പുകളെല്ലാം ഓക്കെ ആയതിന് ശേഷമേ നമുക്കതിനെ ഹാൻഡ് ഓവർ ചെയ്യാം. അത്രയും കാലം വരെ സോ അതൊരു ഡിഫിക്കൽട്ട്. ഡിഫിക്കൽട്ടാണ്. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഇതിനെ പറ്റിയും അറിയില്ല. ഈ അഡോപ്ഷൻ എന്ന് നോ, പറഞ്ഞ അതും പോസിബിലിറ്റി അല്ല. കേരളത്തിൽ അത് പോസിബിലിറ്റി അല്ല. ആ നോ, അതിനെപ്പറ്റി ഒന്നും ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്, ആ അതെല്ലാം ഞാൻ മായ്ച്ചു കളഞ്ഞു. ഉം. ബിക്കമിങ് ആം എ വുമൺ ആൻഡ് അല്ല, അമ്മ. അത് അല്ല, ഞാൻ ചോദിക്കാൻ കാരണം എന്താ അറിയോ? കാരണം ഇത് കാരണങ്ങൾ ഇപ്പം നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് അഡോപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാമോ എന്നുള്ളൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ അതാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ നിയമത്തിൽ മേ ഇപ്പോൾ ബി ഉണ്ടോ? വരുന്നുണ്ടെങ്കിൽ വരട്ടെ, ആ വന്നില്ലേലും എനിക്ക് പ്രശ്നമില്ല. ആ ബിക്കോസ് ഞാൻ അഡോപ്ഷനെ പറ്റി ഞാൻ ഇനി ചിന്തിക്കുന്നില്ല. ഉം. ബിക്കോസ് എനിക്ക് ഐ ഹാവ് ലോട്ട്സ് ഓഫ് കിഡ്സ്. അതിലേക്ക് ഞാൻ ഇതും കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പം രഞ്ജിമ ഇത് പറഞ്ഞപ്പോൾ തന്നെ രഞ്ജിമ ഇമോഷണലായി. ഞാൻ വേറൊരു കാര്യം പറയട്ടെ രഞ്ജിമ, കാരണം പ്രസവിച്ചത് കൊണ്ട് മാത്രം, എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്, ഒരു പക്ഷേ ഇത് കേൾക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം തന്നെ, പ്രസവിച്ചത് കൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാകുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ കൺമുന്നിൽ തന്നെ എത്രയോ സ്ത്രീകൾ പിന്നെ തീർച്ചയായും. പ്രസവിച്ചപ്പോൾ തന്നെ ഉപേക്ഷിച്ച് കളയുന്നുണ്ട്, എത്രയോ കുട്ടികളെ കൊന്നു കളയുന്നുണ്ട്. പക്ഷെ ആ സ്ഥാനത്ത് രഞ്ജിമ ഇപ്പോഴും ആ ഒരു രഞ്ജിമയുടെ ആ ഒരു സ്നേഹമാണ് ഉള്ളിലുള്ളത്. അതായത് ഇപ്പം എനിക്ക് പ്ലേ സ്കൂൾ നടത്താൻ ഭയങ്കര ഇഷ്ടമാണ്. ഓ നമുക്ക് നോക്കാം ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും, അല്ല എൻ്റെ അല്ലേ? മൈൻഡിലുള്ള ബിസിനസ് പ്ലാന് സലൂൺ, ആ റെസ്റ്റോറൻറ്റ്, പ്ലേ സ്കൂള്. പക്ഷെ പ്ലേ സ്കൂൾ ഇതുവരെ എങ്ങും ഓ പറഞ്ഞു കേട്ടിട്ടില്ല. സത്യം എനിക്ക് എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാണ്ട് ഇപ്പൊ വന്നു പോയതാണത്. കിട്ടി, എനിക്ക് ഞാനത് കിട്ടി എക്സ്ക്ലൂസീവ്. സത്യം ഞാനത് ഹൈഡ് ചെയ്ത്, എനിക്ക് എപ്പോഴെങ്കിലും ഒരു ഞാൻ 1-2 പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ എനിക്ക് പ്ലേ സ്കൂൾ തുടങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊഞ്ചിക്കുക, പിടിക്കുക, എന്താ പറയുക, ഈ ഷോപ്പിൽ നമ്മുടെ ദുബായിൽ ഓറയിൽ വരുന്ന ചില കുട്ടികളും ഞാനുമായിട്ട് ഭയങ്കര എന്താ പറയുക, അവിടെ പ്ലേയിങ് ആണ്. വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരാളായി മാറും ഞാൻ. എനിക്ക് അതുകൊണ്ട് പ്ലേ സ്കൂൾ നടത്താൻ ഭയങ്കര ഇഷ്ടമാണ്. മേ ബി അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഐ വിൽ ഡു തീർച്ചയായിട്ടും. ദുബായിൽ. തീർച്ചയായിട്ടും, അല്ല പോസിബിലിറ്റീസ് ഉണ്ട് നമുക്ക്. യാ യാ. രഞ്ജിമയ്ക്ക് അറിയാലോ, ദുബായ് എന്ന് പറയുന്നത് നമുക്ക് എന്തിനും ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈമിൽ പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്കും അതെ കാര്യങ്ങളും അതെ. ചെയ്യാൻ വേണം. രഞ്ജിമ, ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റിനെ, സെലിബ്രിറ്റി എന്നുള്ളത് ഞാൻ മാറ്റി നിർത്തത്, കാരണം രഞ്ജിമയ്ക്ക് പലപ്പോഴും അങ്ങനെ പറയണത് ഇഷ്ടമല്ല, സെലിബ്രിറ്റി എന്ന് സെലിബ്രിറ്റി പറയണത്. മേക്കപ്പ് ആ ആർട്ടിസ്റ്റ് അല്ല, പ്ലീസ് ചേഞ്ച്. സെലിബ്രിറ്റീസ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, അതെ, സെലിബ്രിറ്റീസുകളെ മേക്കപ്പ് ചെയ്യുന്നു തീർച്ചയായിട്ടും. എന്നുള്ളതാണ് സത്യത്തിൽ. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു വേർഡ് ഇല്ല. അതെ സെലിബ്രിറ്റീസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. സെലിബ്രിറ്റീസുകളെ മേക്കപ്പ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ആ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ആ അല്ലാണ്ട് ആമെ സെലിബ്രിറ്റി എന്ന് ഞാൻ ഒരിക്കലും അല്ല, അത് ഞാനൊരിടത്ത് രഞ്ജിമ എവിടെയും പറയില്ല. പക്ഷെ ഞാൻ പറയാണ്, ഇപ്പൊ സെലിബ്രിറ്റീസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിമ നമ്മൾ റൈറ്റ്സ് ക്രിയേറ്റ് ചെയ്തപ്പോഴും ഞാൻ എൻ്റെ മാനേജരോട് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞത്, അമ്മനോട്ട് സെലിബ്രിറ്റീസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് എഴുതൂ. അപ്പം നമ്മൾ ഒരു സെലിബ്രിറ്റി മാത്രമല്ലല്ലോ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്, ഒത്തിരി സെലിബ്രിറ്റീസിനെ മേക്കപ്പ് ചെയ്യുന്നത്. അങ്ങനെ സെലിബ്രിറ്റികളെ മേക്കപ്പ് ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. അല്ലാണ്ട് ഞാൻ ഒരിക്കലും, അല്ല സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ മാഡം എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. ഒന്ന് എന്നെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുന്ന ഇഷ്ടമല്ല. എന്നെ എന്താ ആക്ടിവിസ്റ്റ് എന്ന് ആർട്ടിസ്റ്റ്. പറഞ്ഞുകൊണ്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നെ രഞ്ജു ചേച്ചി, രഞ്ജു ഇങ്ങനെ വിളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര കംഫർട്ടബിൾ. സത്യമായിട്ടും എന്നെ രഞ്ജു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പേര് വിളിച്ച് കൂട്ടുകൂടുന്ന ചിലപ്പം പ്രയാഗ മാർട്ടിൻ, രമ്യ നമ്പീശൻ, കൃഷ്ണപ്രഭ, അങ്ങനെ കുറേ പേര്, മമിത ബൈജു, അങ്ങനെ കുറേ പേര് രഞ്ജു എന്നാണ് എന്നെ വിളിക്കുന്നത്.
മനസ്സിലായോ? എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണത്. പേര് വിളിക്കണത്. പേര് വിളിക്കുന്നത് ഭയങ്കര കംഫർട്ടബിൾ അല്ല ആണ്. അതിലേക്ക് വരുമ്പോ രഞ്ജു, ഞാൻ ഒരു കാര്യം പറയട്ടെ. വെരി ഗുഡ്. അല്ല ഞാൻ പറയട്ടെ, ഞാൻ ആദ്യം പറഞ്ഞില്ല രഞ്ജു, ഞാന് പൊതുവെ എല്ലാവരെയും എന്റെ പ്രായത്തിനേക്കാൾ മൂത്ത ആൾക്കാർ എല്ലാവരും ഞാൻ പേരാ വിളിക്കുന്നത്. ദുബായിൽ വന്നതിന് ശേഷം ശീലിച്ചൊരു കാര്യമാണ്, എല്ലാവരെയും പേരാ വിളിക്കുന്നത്. എനിക്ക് ചേച്ചി ചേട്ടാന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് ഒരാളോട് ഭയങ്കര ഇഷ്ടം തോന്നുവാണെങ്കിൽ മാത്രമേ, ഇഷ്ടത്തിന്റെ പൊസിഷൻ മാത്രമേ എനിക്കൊരു ചേച്ചി ചേട്ടൽ ഞാൻ കൊടുക്കുകയുള്ളൂ. ഓക്കെ, രഞ്ജു പറയൂ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രാൻസ്ജെൻഡേഴ്സിൽ തന്നെ ഏറ്റവും ആദ്യം ഈ ഒരു മേക്കപ്പ് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ വന്നത് ഉറപ്പായിട്ടും രഞ്ജു തന്നെയല്ലേ? അപ്പം ആ ഒരു സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, അതിലേക്കൊന്ന് എൻ്റർ ആവാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഇപ്പോഴത്തെ ഒരു മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ പല ആൾക്കാർക്കും ഒരുപാട് ആക്ട്രസ്മാരെ അല്ലെങ്കിൽ ആക്ടേഴ്സിനൊക്കെ മേക്കപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. പക്ഷെങ്കിൽ പണ്ടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജുവിൻ്റെ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിരുന്നില്ല. അപ്പം ആ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ശേഷം മമതയാണ് രഞ്ജുവിനെ വീണ്ടും ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ജേർണി പറയും. കാരണം അതുകൊണ്ടാണ് ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഇന്നൊരു നടീനെ മേക്കപ്പ് ചെയ്തിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ ആളല്ല രഞ്ജു. സോ അതെനിക്ക് നന്നായിട്ട് അറിയാം, നമ്മളത് ഒരുപാട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പദവി, ആ ഒരു പൊസിഷൻ അത് എപ്പോഴും രഞ്ജു. മമത എന്നെ റീ എൻട്രി തന്നു എന്നുള്ളത് സത്യമാണ്. ബട്ട് അതർവൈസ് ഞാനും മമതയും തമ്മിലുള്ളൊരു ബോണ്ടുണ്ട്. അവിടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ബന്ധമല്ല. വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. നായിക എന്ന് പറയുന്ന സിനിമ മുതലാണ് ഞാനും മമതയും തമ്മിൽ ക്ലോസ് ആവുന്നത്. അവിടെ മുതൽ ഇന്ന് വരെയും മമത എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. വിത്തൗട്ട് മമത നത്തിങ് ഹാവ് രഞ്ജിമാർ. അങ്ങനെയാണ്. കാരണം മമതയുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ എനിക്കറിയണം, കേൾക്കണം. അതാണ് എൻ്റെ ഒരു ഒരു എന്താ പറയുക, ആഗ്രഹം അല്ലെങ്കിൽ ഇഷ്ടം. എനിക്ക് മമതേനെ വിട്ടിട്ട്, എനിക്ക് മമതേനെ ഫിൽ ചെയ്യാതെ ഒരിക്കലും എൻ്റെ ലൈഫ് പൂർണ്ണമാകില്ല. എൻ്റെ മേക്കപ്പ് ലൈഫ് ഒരിക്കലും പൂർണ്ണമാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഷോപ്പുകളുടെ ഉദ്ഘാടനത്തിന് അത് പാർട്ടാക്കുന്നത്. ഇവൻ നോക്കുമ്പോൾ മമത പ്രിയാമണി, മമത. പക്ഷെ ഭാവനയായിട്ട് ഭയങ്കര ക്ലോസ് ആണ്, രമ്യയായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. എന്തുകൊണ്ട് അവരാരും കാണുന്നില്ല? ഒള്ളി മമതയും പ്രിയാമണിയും. ഇവർ എപ്പോഴും പറയാറുണ്ട്, അവരുടെ രണ്ട് കണ്ണുകളാണ്. എനിക്കുള്ള രണ്ട് കണ്ണുകളാണ് മമതയും പ്രിയാമണി. അത് അത്രയും ഞാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് അവർക്ക് തന്നെ ഫീൽ ചെയ്തതുകൊണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് ആ സ്റ്റോറിയിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേ പറയേണ്ടി വരും. ബിക്കോസ് നമ്മൾ ആ ഒരു സ്ട്രഗിളിങ് പീരീഡ് എന്തുകൊണ്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് കുറച്ച് നാൾ മാറിയല്ല മാറ്റി നിർത്തി. അതിൻ്റെയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നിലപാടുകൾ എവിടെയാണ് എന്നുള്ളതാണ് നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുന്നത്. തീർച്ചയായിട്ടും. അല്ല അതിലേക്ക് ഇപ്പം മേക്കപ്പ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 26-27 ഇയേഴ്സ് ആയാലും ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കുക എന്ന് പറയുന്നത്. ഇപ്പം ഒരു പക്ഷേ ഒരുപാട് ആൾക്കാർ രഞ്ജു തന്നെ ഇൻസ്പയർഡ് ചെയ്തിട്ടുണ്ടാകും ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ടല്ലേ? പ്രത്യേകിച്ച് ഒരു ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് മേക്കപ്പ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു രഞ്ജുവിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു അത്? ഞാൻ അങ്ങനെ വലിയ കോൺട്രിബ്യൂഷൻ ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. ബിക്കോസ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവർ കുറേ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ഞാൻ എന്ത് പഠിപ്പിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അവരൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ കണ്ടുപഠിച്ചതാണെന്നൊക്കെയുള്ള വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനുള്ള പ്രചോദനം നൽകിയെന്ന് ഒരിക്കലും ഞാൻ അവകാശപ്പെടുന്നില്ല. അതെൻ്റെ കർമ്മയായിരുന്നു, അത് ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആരുടെ ലൈഫ് മാറ്റി എഴുതാൻ ഞാൻ ആളല്ല. ഒരിക്കലും ഞാൻ അതങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുമില്ല. എനിക്ക് ആ സമയത്ത് ചെയ്യാൻ തോന്നിയ കാര്യങ്ങൾ ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. ഒരാളെ അഴുക്ക് ചാലിലേക്ക് പോകാതെ കൈപിടിച്ചുയർത്തുക എന്നുള്ളത് എനിക്ക് അപ്പം തോന്നിയൊരു ബുദ്ധിയാണ്. ചിലപ്പോൾ നാളെ എനിക്ക് തോന്നിയെന്ന് വരില്ല. എനിക്ക് അപ്പം തോന്നി, അവരെ അങ്ങനെ വിടണ്ട, അവരെ രക്ഷപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ആരെയൊക്കെയോ സംരക്ഷിച്ചു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാനാണ് അവരുടെ എല്ലാം എന്നൊരിക്കലും ഞാൻ അവകാശപ്പെടില്ല. കാരണം അവരതിന് ശേഷം പഠിച്ചു, സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്തു, അങ്ങനെ പഠിച്ച് അവർ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവർക്കൊരു വഴികാട്ടി ആയിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മേക്കപ്പിലേക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഒരു കരിയർ ആക്കാൻ വേണ്ടിയിട്ട് ഏതൊരു പോയിന്റിലാണ് ഓക്കെ ഇതെനിക്ക് കരിയർ ആക്കാം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഫീൽഡ്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പാഷൻ എന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴായിരുന്നു? അല്ല, അങ്ങനെ പാഷൻ എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പകാലം മുതലേ ഞാനിത് ചെയ്യുന്ന ഒരാളാണ്. അത് ശരി. സെൽഫായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ മക്കളുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിലാണ്
ഇതെനിക്കൊരു വഴിത്തിരിവാണ് എന്നെനിക്ക് സ്വയം തോന്നുന്നത്. അപ്പം അങ്ങനെ വഴിതെറ്റി വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഞാൻ. എന്നെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിനേക്കാൾ ഉപരി വഴിതെറ്റി വന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി ശരിയായിട്ടുള്ളൊരു കാര്യം. പിന്നീട് ഞാൻ പഠിക്കുമായിരുന്നു ഇതിനെ ഓ പറ്റിയിട്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്വയം പഠിക്കുമായിരുന്നു. പഠിച്ച് എനിക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചകളാണ്. ഞാൻ മേക്കപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള വീഴ്ചകളാണ് എൻ്റെ പാഠപുസ്തകം. അവിടെ നിന്ന് ഞാൻ തന്നെ ഓരോ പാഠങ്ങൾ ഉണ്ടാക്കി അതിനെ ഞാൻ കറക്റ്റ് ചെയ്ത് വന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ അക്കാഡമിയിൽ എൻ്റെ ഓൺ സിലബസ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു സിലബസ് മറ്റുള്ളിടത്തു നിന്ന് എടുക്കാറില്ല. എൻ്റെ പാഠപുസ്തകമാണ്. ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 10 ലെസൺസ് ഉള്ള മേക്കപ്പ് ബുക്കാണ് എൻ്റെത്. ഇപ്പം ഒരു ഫണ്ണി ആയിട്ട് ചോദിക്കുകയാണെങ്കിലേ രഞ്ജുവിൻ്റെ ബാഗിൽ ഈ ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ഇല്ലാതെ എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഇപ്പം എൻ്റെയൊക്കെ ബാഗ് നോക്കണ ഒരു 3 ലിപ്സ്റ്റിക് ആണ് അതിനകത്ത് പല ഷെയ്ഡിൽ എന്ന് പറഞ്ഞാൽ ബാഗിനകത്ത് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ മേക്കപ്പ് ഐറ്റംസ് ഒന്നും ഇല്ല. ഒന്നും ഉണ്ടാവില്ല. ഓ അല്ലാതെ ഈ ഒരു പ്രോഡക്റ്റ് നിർബന്ധമായിട്ട് വേണം അങ്ങനെ ഒന്നും ഇല്ല. ഞാൻ സൺസ്ക്രീം യൂസ് ചെയ്യാറുണ്ട്. ആ എപ്പോഴും സൺസ്ക്രീം യൂസ് ചെയ്യാറുണ്ട്. ദെൻ പിന്നെ ഒരു കൊളാജിൻ സ്പ്രേ യൂസ് ചെയ്യാറ്. അതെപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഉം. അത് ഞാൻ കഴിച്ചില്ലേലും അത് ഞാൻ ചെയ്യും. ചെയ്യും. അതിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്, ചിലപ്പോൾ ഇത് കേൾക്കാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാതോർത്തിരിപ്പുണ്ടാവും. അതായത് രഞ്ജുൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണി ഉണ്ടല്ലോ. അതായത് നമ്മൾ പല പല കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ നോക്കി കാണുന്നുണ്ട്. ഇത്ര എല്ലാവരും പറയാറുണ്ട് എന്ത് ചേഞ്ചസ് ആണ് ഫേസിൽ വന്നിട്ടുള്ളത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പല വീഡിയോസിലും ഇൻ്റർവ്യൂസിനൊക്കെ താഴെ കമൻസ് ആയിട്ട് ഞാനത് കണ്ടിട്ടുണ്ട്. ഈ ഇത്രയും ഒരു ഫേസിൽ അത് സ്കിന്നിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, സർജറീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫേസ് ബ്രൈറ്റൻ ചെയ്യാൻ അല്ലെങ്കിൽ ഫേസ് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പും കൂടെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫേസ് സർജറീസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഓ ചെയ്തിട്ടില്ല. ഗോഡ് പ്രോമിസ് ഞാൻ ഒരു സർജറികളും ചെയ്തിട്ട്. എൻ്റെ അപ്പർ ലിപ്പ് കുറച്ച് നാരോ ആയിരുന്നു. അപ്പർ ലിപ്പ് ഞാനൊന്ന് ബൊട്ടോക്സ് ചെയ്തിട്ടുണ്ട്. അതർവൈസ് ഞാൻ ജോ ലൈൻ കറക്റ്റ് ചെയ്തിട്ടില്ല, എൻ്റെ നോസ് കറക്റ്റ് ചെയ്തിട്ടില്ല, എൻ്റെ ഐബ്രോസ് ലിഫ്റ്റ് ചെയ്തിട്ടില്ല, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ചീക്ക് ബോൺ പ്രൊജക്റ്റ് ചെയ്യിച്ചിട്ടില്ല. എല്ലാം ഞാൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വന്നത്. ബിക്കോസ് 15 വയസ്സിൽ ഞാൻ പറഞ്ഞല്ലോ ജോലിക്ക് ഇറങ്ങിപ്പോയി നശിച്ച ഒരു സ്കിന്നായിരുന്നു. അതെ. ആ സ്കിന്നിനെ ഞാൻ റിപ്പയർ ചെയ്ത് ഒരുവിധം ഒന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നശിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിനെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. റിപ്പയർ ചെയ്തതിന് എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പം ഇനി എത്ര രാത്രിയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ചിലപ്പം ദുബായിലത്തെ ഷോപ്പിൽ നിന്ന് ഞാൻ പോകുന്നത് രാത്രി 12 മണിക്കൊക്കെ ആയിരിക്കും. എനിക്ക് വീട്ടിൽ ചെന്ന് കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. കടയിൽ പോയി ഫുഡ് കഴിക്കുന്നത് ഇഷ്ടമേ അല്ല. അപ്പോൾ വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി സ്കിൻ കെയറും ചെയ്തിട്ടേ ഞാൻ കിടന്നുറങ്ങാറുള്ളൂ. ഇനി എവിടെ എന്തൊക്കെ പരിപാടികളുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ആ സ്കിൻ കെയർ ചെയ്യാതെ ഞാൻ ഉറങ്ങത്തില്ല. അറിയില്ല. ഈ സ്കിൻ കെയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുന്നവരുണ്ട്, നൈറ്റ് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ എന്താണ്? മോർണിംഗിൽ പ്രൊട്ടക്ഷനും നൈറ്റിൽ റിപ്പയറിങ്ങുമാണ് ശരിക്കും സ്കിന്നിന് ചെയ്യേണ്ടത്. ഇപ്പം നോർമലി ഒരു 25 വയസ്സ് കഴിയുന്ന ചില പെൺകുട്ടികൾ അവരെ കാണുമ്പോൾ ഒരു 35 വയസ്സിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. ബിക്കോസ് അവരുടെ സ്കിന്നിലെ കൊളാജിൻ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്, റിങ്കിൾസുകൾ വന്നിട്ടുണ്ട്, ടയർഡ്നെസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ റിപ്പയർ ചെയ്യണം. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ് ആയ സ്കിന്നിനെ റിപ്പയർ ചെയ്യുമ്പോഴാണ് കൊളാജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പലർക്കും അറിയത്തില്ല. അപ്പം നമുക്ക് ആ കൊളാജിനെ റീപ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിൻ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എത്ര രാവിലെ നമ്മൾ സൺസ് പ്രൊട്ടക്ഷൻ ഇട്ടാൽ പോലും സ്കിന്ന് ഡാമേജ് ആകുന്നുണ്ട്. ഈ ഡാമേജ് ആകുന്നതിന് രാത്രിയിൽ നമ്മൾ റിപ്പയർ ചെയ്യണം. ആ റിപ്പയറിങ്സ് ഫേസ് വാഷ്, പ്രോപ്പർ ഫേസ് വാഷ്, ചിലപ്പോൾ ഒരു 3 ഡേയ്സ് കൂടുമ്പോൾ ഒരു സ്റ്റീമിങ്, ഇതെല്ലാം ഒരു ഐസ് മസാജ്, ഇതെല്ലാം കൊടുത്തിട്ട് നൈറ്റിൽ ഏതെങ്കിലും റെറ്റിനോൾ അല്ലെങ്കിൽ ഹൈലറോണിക് ആസിഡ് അല്ലെങ്കിൽ കോജിക് ആസിഡ് അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സിറം ബേസ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. അപ്പോൾ രാവിലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തെയും റിപ്പയറിങ് ഈസിയാവും. ഡാമേജ് കുറഞ്ഞുകൊണ്ടിരിക്കും. സ്കിൻ അത്രയും ഡാമേജ് ആകില്ല. അപ്പോൾ അത് കുറേ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളാണ് നമ്മൾ നോക്കേണ്ടത്. അല്ല, അത് പറയാൻ കാര്യം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരുപാട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റ്, ഗ്ലൂട്ടാത്തോൺ IV, അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതെന്തെങ്കിലും ശരിക്കും പറയാം നമ്മുടെ സ്കിന്നിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി, ഗ്ലോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമോ? തീർച്ചയായിട്ടും ചെയ്യും. ഗ്ലൂട്ടോത്തയൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്.
അത് നമുക്ക് ശരിക്കും ഈ വേറെ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ല. എൻ്റെ അറിവിൽ ഇതുവരെ ഒരു സൈഡ് എഫക്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗ്ലൂട്ടോത്ത് നല്ലതാണ്. നമ്മുടെ സ്കിൻ ടോണിനെ ഈവൻ ആക്കും. നമുക്ക് കുറച്ചും കൂടി എനർജറ്റിക് ആകാൻ സാധിക്കും. ഇപ്പം ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ഫുഡ് നമുക്ക് ക്ലിയർ ചെയ്താൽ മതി. നമുക്ക് എത്ര ഫുഡുകളിൽ നമുക്ക് വേണ്ടുന്ന വൈറ്റമിൻസുകളുണ്ടെന്നറിയാമോ? ഇപ്പം വെണ്ടയ്ക്ക സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഹൈലറോണിക് ആസിഡ് ഒരുപാട് കിട്ടും നമ്മുടെ ബോഡിയിൽ. പിന്നെ വെണ്ടയ്ക്കകത്ത് ഒരുപാട് ഹൈലറോണിക് ആസിഡ് ഉണ്ട്. അതുപോലെ തന്നെ കുക്കുമ്പറിലുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുവാണെന്നെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു നാച്ചുറൽ ഗ്ലോ നമ്മുടെ സ്കിന്നിൽ വരും, നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ തന്നെ. അപ്പം അതുപോലെ തന്നെ വെള്ളം കുടിക്കുക. മാക്സിമം 3 ലിറ്റർ വെള്ളം നമ്മൾ ഒരു ദിവസം കുടിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക, നമുക്ക് ഞാൻ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം വേണം വേണ്ട എന്നുള്ളത് തന്നെയാണ്. എനിക്ക് എൻ്റെ സ്കിന്ന് പിടിച്ചു നിർത്തണം, എനിക്ക് എൻ്റെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കണം, എൻ്റെ സ്കിന്ന് എനിക്ക് എന്തെങ്കിലും ആകട്ടെ, ഈ 2 ഓപ്ഷൻ മതി. എന്നെ സംബന്ധിച്ച് എനിക്കിത് വേണം. അതാ. അല്ല ഞാനേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഞാൻ ഈ സ്കിന്നിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ അധികമായിട്ടൊന്ന് കാണുന്നുണ്ട്. കുറെ തീർച്ചയായിട്ടും കാര്യങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും ചോദിക്കണം. എനിക്കത് ചിലപ്പോൾ ഇത് കേൾക്കുന്ന അല്ല, ആൾക്കാർ കേൾക്കുന്നവരൊന്നും വേണ്ട. നമുക്ക് ദുബായ് ഓറയുണ്ട്. അപ്പോൾ ഓറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ അനലൈസ് ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് സ്കിൻ അനലൈസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാമേജ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം. ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം നമുക്കൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യും. ഡെർമറ്റോളജിസ്റ്റ് വിചാരിച്ചാൽ മാത്രമേ ഇനി ഈ സ്കിന്നിനെ ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. അല്ല നമുക്ക് ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വി കൺ ഡു ദാറ്റ്. അങ്ങനെ ഒരിക്കലും നമ്മളൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരാളെയും നമ്മൾ എന്താ പറയുക പിടിച്ചു വെക്കത്തില്ല. നമ്മൾ ഫസ്റ്റ് സ്കിൻ അനലൈസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിങ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ. അപ്പോൾ എനിക്ക് ഓറ എന്ന് പറയുന്ന എൻ്റെ ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി തന്നത് മഫസ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ്. മഫസ അപ്പം നമ്മളൊരു ഫണ്ട് ഇറക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് കൊടുക്കണം. എല്ലാവരോടും പറയുകയാണ്. അപ്പം നമ്മളൊരു ഫണ്ട് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് നമുക്ക് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളുണ്ട്. നമ്മൾ ചെയ്തു തരാം. പക്ഷെ നമ്മൾ നല്ല ജെന്യുവൻ ആയിട്ടുള്ള കമ്പനിയിൽ വേണം നമ്മൾ സമീപിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ മഫസ എനിക്ക് എല്ലാ കാര്യത്തിലും ഒരു തലവേദനകളും തരാതെ വളരെ കൃത്യമായിട്ട് അത് സ്ഥലം ഫോക്കസ് ചെയ്ത് അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളാണ് നമ്മുടെ ഇഷ്ടങ്ങൾ കാണും. എന്നാലും അവർ ത്രൂ ആണ് എല്ലാം ചെയ്തത്. ചെയ്യണത്. വൺ വേർഡിൽ ഞാൻ ഈ പറയണ കാര്യങ്ങൾ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. അതായത് ഒന്നുമില്ല, രഞ്ജിമയുടെ ഏറ്റവും വീക്ക് പോയിന്റ് എന്താ? കാരണം രഞ്ജിമയുടെ ഒരു പോസിറ്റീവ്സ് ആയിട്ട് നമുക്കറിയാം, പക്ഷെ എല്ലാ മനുഷ്യർക്കും ഒരു വീക്ക് പോയിന്റ്സ് ഉണ്ട്. രഞ്ജിമയുടെ ഒരു വീക്ക് പോയിന്റ് എന്താണ്? ലവ്. ലവ്. ഓക്കെ, അതാണ് വീക്ക് പോയിന്റ്. ലവ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ലവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പ്രണയത്തെ പറ്റി ഒരു 2 വാക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. പ്രണയം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഓൾറെഡി ചെറുപ്പകാലം തൊട്ടേ നമ്മുടെ മനസ്സിലൊരു നമ്മുടെ മനസ്സ് പെണ്ണ് തന്നെ ആയിരുന്നല്ലോ. അപ്പം ആ സമയത്ത് തോന്നിയ ഒരു ക്രഷ് അല്ലെങ്കിൽ ആദ്യമായിട്ട് തോന്നിയ ഒരു ഇഷ്ടം, പ്രണയം ഒക്കെ? അല്ല, ഒരു പെണ്ണെന്നുള്ള രീതിയിലുള്ള ക്രഷുകളൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എനിക്ക് ഭയങ്കര ക്രഷ്, അങ്ങനെ അയ്യോ എനിക്കത് വേണം, ആ പുള്ളിയോട് ഭയങ്കര ക്രഷാണ്, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ആകെ ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെയാണെങ്കിൽ ഒത്തിരി ഗ്ലാമറുള്ള നടന്മാരുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ക്രഷൊന്നും ആരോടും തോന്നിയിട്ടില്ല. എനിക്ക് ആകെ കൂടി വിജയ് ദേവരകൊണ്ടയോടാണ് എനിക്കൊരു ക്രഷ് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതൊരു 1-2 മിനിറ്റ് സംസാരിച്ചപ്പോൾ തന്നെ ആ ക്രഷ് അങ്ങ് പോയി. പക്ഷെ എനിക്ക് വേണ്ടുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹമാണ്. ഇപ്പം പ്രണയം എന്നതിനേക്കാളുപരി, കാമം എന്നതിനേക്കാളുപരി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ചില സ്നേഹത്തിൻ്റെ വരമ്പുകളുണ്ട്. നമ്മളെ മനസ്സിലാക്കുക, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ പ്രയാസങ്ങളും സന്തോഷങ്ങളും ഒരുമിച്ച് നമ്മളോടൊപ്പം ചെലവിടുന്ന ചില സൗഹൃദങ്ങളുണ്ട്. അത്തരം സൗഹൃദങ്ങളെയാണ് എനിക്ക് ആവശ്യം. അത് എനിക്ക് ചിലയിടങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെൻ്റെ വീക്ക് പോയിന്റ് ആണ്. കാരണം എന്നെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ എൻ്റെ ചങ്ക് പറിച്ചങ്ങ് കൊടുക്കും. എന്നാ വെച്ചോളാൻ പറയും. ഞാൻ തിരിച്ച് ചോദിക്കത്ത പോലുമില്ല. ഇന്ന് നിൻ്റെ കയ്യിൽ വെച്ചോ എന്ന് പറയും. ആ ചോദിക്കാതെയാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് മിസ്റ്റേക്ക് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് മിസ്റ്റേക്ക് അല്ല, ഒരു മിസ്റ്റേക്ക്. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഇല്ല. റിലേഷൻഷിപ്പ് ഇല്ല.
ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയൊരു ആഗ്രഹം, അതായത് ഒരു പെണ്ണ് ഒരു സ്ത്രീയായി മാറുക എന്നുള്ളതായിരുന്നു. അപ്പൊ അവിടെ എത്തി നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, ഇനി എന്താണ്, അല്ലെങ്കിൽ സ്വന്തം വീട് വെച്ചു, കാറ് വാങ്ങിച്ചു, ഈ ആഗ്രഹങ്ങളൊക്കെ നടത്തി, എന്താണ് ഒരു ലൈഫിന് ഒരു പാർട്ട്ണർ വേണ്ടേ, കല്യാണം വേണ്ടേ എന്ന് നമ്മുടെ സൊസൈറ്റി കേൾക്കുന്ന സൊസൈറ്റിയുടെ കൂടിയാണ് ഏ ചോദിക്കുന്ന ഒരു സൊസൈറ്റി കാര്യമാണ്. വിവാഹം എന്ന സങ്കല്പം, അല്ലെങ്കിൽ എനിക്കൊരു വിവാഹം വേണമെന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ രഞ്ജുവിന് തോന്നിയിട്ടുണ്ടോ? എല്ലാവരെയും പോലെ എനിക്കും വിവാഹം, കഴുത്തിലൊരു താലിമാല, നെറ്റിയിലൊരു സിന്ദൂരം, ഇതെല്ലാം നമ്മളെല്ലാ സ്ത്രീകളും ഒരു കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നതാണ്. ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളിത് ആഗ്രഹിക്കും. പക്ഷെ ചില ടേണിംഗ് പോയിന്റ് എത്തുമ്പോൾ വേണ്ട, ഇത് വേണ്ട എന്നുള്ളത്. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. പക്ഷെ ജീവിതത്തിൽ നമ്മൾക്ക് തന്ന സ്നേഹത്തിൻ്റെ ഇടയിൽ എവിടെയൊക്കെയോ നമുക്ക് ചെറിയ പ്രണയം തോന്നിയിട്ടുണ്ട്. അത് ചിലരോട് നമുക്ക് തോന്നിപ്പോകും. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നിപ്പോകും അയാളോടൊരു പ്രണയം. പക്ഷെ ആ പ്രണയത്തിന് ആയുസ് കുറവാണ്. കാരണം അത് യഥാർത്ഥ സ്നേഹമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ പുച്ഛം തോന്നും. ആ പുച്ഛം തോന്നുന്ന ഇടത്താണ് പ്രണയമെന്ന് പറയുന്ന ആ ഒരു ഫീല് നമ്മളിൽ നിന്ന് നിശേഷം പോകുന്നത്. മനസ്സിലായ? അത് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ധരിച്ചു വെച്ചിരിക്കുന്നത് യാഥാർത്ഥ്യമല്ല എന്ന് തിരിച്ചറിയുന്ന ചില സന്ദർഭങ്ങളുണ്ട്. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് ചിലയിടത്തുനിന്ന് ചില വാണിങ്ങുകൾ കിട്ടും. ചിലർക്ക് കാണുമ്പോൾ പറയും, വേണ്ട, അത് ശരിയായ റൂട്ടല്ല എന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലൊന്നുമില്ല. നമ്മൾ പച്ചയായ മനുഷ്യരാണ്. നമ്മൾ റിയലായിട്ട് അവരെ സ്നേഹിച്ചു, നമ്മൾ റിയലായിട്ട് അവരോട് പെരുമാറുന്നുണ്ട്. നമ്മളുടെ എല്ലാം അവരാണ്. നമ്മുടെ സന്തോഷങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും എല്ലാം അവരുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അറ്റ് ദ സെയിം പോയിന്റിൽ ഇവരുടെ നിഴൽ പോലും ആ സന്ദർഭങ്ങളിലൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സങ്കടങ്ങളിലുണ്ടാവില്ല, നമ്മുടെ സന്തോഷങ്ങളിലുണ്ടാവില്ല. നമ്മളൊന്ന് ആഗ്രഹിക്കുകയാണ്, ഈശ്വര ഈ സമയത്ത് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഞാനൊന്ന് വിളിക്കുമ്പോൾ ഫോൺ എടുത്തിരുന്നെങ്കിൽ, ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, സാരമില്ല, എല്ലാം റെഡിയാകുമെന്നേ, ധൈര്യമായിട്ടിരിക്കൂ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് നമുക്കുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം കുറച്ചും കൂടി കൂടും. പക്ഷേ ഈ സന്ദർഭങ്ങളിലൊന്നും നമ്മൾ വിചാരിച്ച ആ ഒരു വ്യക്തിയുടെ നിഴൽവട്ടം പോലും അവിടെ ഇല്ല എന്ന് പറയുന്ന എടുത്താണ് നമ്മൾക്ക് സത്യസന്ധമായ സ്നേഹം മാത്രം മതി എന്ന് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം, ആ ഡിസിഷൻ ആയിരിക്കണം നമ്മളെ സ്ട്രോങ് വുമൺ ആക്കുന്നത്, അല്ലേ? ഏതൊരു സ്ട്രോങ്ങസ്റ്റ് വുമണിൻ്റെ ഉള്ളിലും ഇതുപോലുള്ള സ്വപ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും. എല്ലാവരിലും ഉണ്ട്. ഇറ്റ്സ് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ പച്ചയായ സ്ത്രീകളാണ്. നമ്മളിനി ഇപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്നു, നമ്മളവിടെ പോയി അത് പറയുന്നു, ഒരു ഓഫീസിൽ പോയി ഒരു പേപ്പർ റെഡിയാക്കുന്നു, നമ്മൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നു, നമ്മൾ ഒറ്റയ്ക്ക് രാത്രി പോകുന്നു, പോലീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. അതെല്ലാം തൻ്റെ ഇടവായിട്ട് ജനങ്ങൾ കാണുന്നുണ്ടോ എന്നാൽ പോലും ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു മനസ്സുണ്ട്, അല്ലേ? ഒരു കുഞ്ഞു മനസ്സുണ്ട്. ആ കുഞ്ഞു മനസ്സ് പലയിടങ്ങളിലും വ്രണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? പരിഗണന കിട്ടാതെ പോവുകയാണ്. നമ്മളെപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് നമ്മുടെ ലൈഫിൽ. വിത്തൗട്ട് ഹീ നത്തിങ് എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവരവരുടെ സന്തോഷങ്ങൾ പലയിടങ്ങളിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലുള്ള കരുത്തിനെ കുറച്ചും കൂടി സ്ട്രോങ്ങസ് ആക്കുന്നത്. എനിക്ക് തോന്നുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ശുദ്ധ മണ്ടത്തരമാണ്. നമുക്ക് തോന്നുവാണ് നമ്മുടെ കൂടെ ആരൊക്കെയോ ഉണ്ട് എന്ന് നമുക്ക് തോന്നലാണ്. ആ തോന്നൽ വേസ്റ്റാണ്. നമ്മുടെ ലൈഫിനെ അട്ടപടലം തകർക്കുന്ന ഒരു പോളിസി അല്ലെങ്കിൽ ഒരു ഫീല് നമുക്ക് സയൻറ്റിഫിക്കലി ഇതിന് പ്രൂഫ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പ്രൂഫ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് സ്നേഹമുണ്ട്, എവിടെ? ഐ കാൺ സീ. എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, എവിടെ? അത് പ്രൂഫ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഓരോ ഘട്ടങ്ങളിലാണ്, അല്ലേ? നമ്മളെ ചേർത്ത് പിടിക്കുന്നതിൽ, നമ്മുടെ കണ്ണുനീരൊന്ന് തുടയ്ക്കുന്നതിൽ,
എപ്പോഴെങ്കിലും ഒരു പ്രയോറിറ്റി ഈ സംസാരിച്ച സമയത്ത് പ്രയോറിറ്റി മാറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോ പ്രയോറിറ്റിയാണ്. ഇപ്പം നമ്മളൊരാൾക്ക് വേണം, ഒരാൾക്ക് നമ്മളെ ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം കഴിഞ്ഞ ദിവസം മമ്മൂക്കൊരു റീൽ ഇട്ടപ്പം Yeah, രഞ്ജു അത് ഓൾറെഡി റിയാക്ട് yeah, ചെയ്തിട്ടൊരു yeah, വീഡിയോ yeah, ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കും തോന്നിയ yeah, സെയിം ഒപ്പീനിയൻ ആണ്. yeah. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരാളോട് നമുക്കൊരു ആവശ്യമുണ്ട്, ഒരാളോട് സംസാരിക്കണം തോന്നുവാണെങ്കിൽ നമുക്ക് ആ സമയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇത്രയും വളർന്നു കിടക്കുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ, ഇൻബോക്സിൽ, മെസ്സഞ്ചറിൽ, അതുപോലെ എന്താ സ്നാപ്ചാറ്റോ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ എല്ലാവരും ബിസിയാണ്. എല്ലാവരും അതൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ വാട്സപ്പ് ചാറ്റേഴ്സ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പച്ച കളറുകൾ കാണാം. നമ്മൾ അതിനകത്ത് പ്രയോറിറ്റി ഉള്ളവരുടെ അത് മാത്രം പ്രസ് ചെയ്യും. പ്രസ് ചെയ്തിട്ട് അവർക്ക് മെസ്സേജ് കൊടുക്കും. പക്ഷെ തൊട്ട് മുമ്പിൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരാളുടെ മെസ്സേജ് മുകളിൽ കിടന്നിട്ട് പോലും അത് കാണാണ്ട് പോകുക എന്നുള്ളത്, അത് നമുക്ക് തരാത്ത പ്രയോറിറ്റിയാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല, അല്ലേ? നമുക്കത് അറിയാം. ഒരാൾ ഈ വാട്സപ്പ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വാട്സപ്പ് മെസ്സേജുകൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പച്ച ലൈറ്റ് കാണുന്നത് ഒരാളിൻ്റെയാണ്, നമുക്കറിയാവുന്ന ഒരാളിൻ്റെ ആണല്ലോ. അതേസമയം നമുക്ക് ഒട്ടും അറിയാത്ത ഒരാളിൻ്റെ മെസ്സേജ് വന്നത് ആരാണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റിയിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കും. അതേസമയം നമുക്ക് ഈ വ്യക്തി നമുക്ക് ഒരുപാട് പ്രയോറിറ്റി തരുന്ന ഒരാളാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിന് പാർട്ടായിട്ടുള്ള ഒരാളാണ്. അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്. അയാളുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാനുള്ള മനസ്സിൽ ചിലർ കാണിക്കത്തില്ല. പക്ഷെ അവിടെയാണ് പ്രയോറിറ്റിയിൽ നമ്മളത് ഏറ്റവും തഴയപ്പെട്ടു പോകുന്നത്. അത് നമ്മൾ ഉൾക്കൊള്ളുമ്പം നമ്മൾ തകർന്നു പോകും, തകർന്ന് തരിപ്പണമാകും. അറ്റ് ദ സെയിം ടൈമിൽ നമ്മൾക്കറിയാം മറ്റൊരാൾക്ക് അയാൾ മെസ്സേജ് അയക്കുന്നുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടാവും അയാൾ. അവളുടെ മെസ്സേജ് വന്നല്ലോ, അല്ലെ അവൻ്റെ മെസ്സേജ് വന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ, ഈശ്വര, ഞാൻ കുറച്ച് മുമ്പ് അവന് മെസ്സേജ് അയച്ച്, അവൻ എനിക്ക് റിപ്ലൈ തന്നില്ല, അല്ലെങ്കിൽ അവൾ എനിക്ക് റിപ്ലൈ തന്നില്ല. ഇതറിയുന്ന ഒരു നിമിഷമില്ലേ, അവിടെ നമ്മൾ തകർന്നു പോകില്ലേ. അതുകൊണ്ട് റിലേഷൻഷിപ്പ് അതാണ്. നോട്ട് ഗുഡ് ഇൻ അവർ ലൈഫ്. നോ റിലേഷൻഷിപ്പ്. നമുക്ക് സൗഹൃദങ്ങൾ വേണം, നല്ല 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 സൗഹൃദങ്ങൾ വേണം. ഇപ്പോൾ എനിക്കിവിടെ ദുബായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീതി, മൽബറീസിൻ്റെ ഓണറാണ് ഗീതി. അവളോട് ഞാനെന്ന് പറയാം, എടി എനിക്കൊരു ചായ കുടിക്കണം, നീ എവിടെ അടി? അവൾ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് വരിക. വണ്ടി എടുത്ത് എങ്ങടാ ഡ്രൈവ് ചെയ്യുന്നത്? ഞാൻ എവിടെ പോകുന്നത്? നീ മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞൊരു പോക്ക് അങ്ങോട്ട് പോകും. ഏതെങ്കിലും കോഫി ഷോപ്പിൽ പോകും, കോഫി കുടിക്കും. എടി എനിക്ക് വിശക്കുന്നു, നീ എവിടെയാ? ഞാനിവിടെ. വിതിൻ സെക്കൻഡിൽ അവൾ വണ്ടിയായിട്ട് വരും, നേരെ വീട്ടിലേക്ക് പോകും. അല്ലെങ്കിൽ ഞാൻ അവളെ വീട്ടിലേക്ക് ചെല്ലും, ഞാൻ നേരെ ചെന്ന് അടുക്കളയിലേക്ക് വാരി വലിച്ചിട്ട് എനിക്ക് വിശക്കുന്നു, തല ഇറങ്ങുന്നത്. ആ ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സ്ട്രോങ് തീർച്ചയായിട്ടും. സൗഹൃദമാണ്. അപ്പം അത്തരം സൗഹൃദങ്ങളെയാണ് ഇനി മുതൽ ഞാൻ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത്. ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന എന്ത് കാര്യത്തിലാണ്? അതായത് രഞ്ജുന് ഏറ്റവും ഈ കാര്യം ചെയ്ത ഏറ്റവും കൂടുതൽ ദേഷ്യം. കള്ളം പറയരുത്, കള്ളം പറയരുത്. കള്ളം പറയരുത്. കള്ളം പറയുന്ന പറഞ്ഞാൽ അത് എനിക്കും ഇഷ്ടമല്ല. ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയാം, ഇന്നടുത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. എപ്പോ? ഐ ഹാവ് പ്രൂഫ്. അവരവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഒട്ടും അത് ഇഷ്ടമല്ല. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടത്, കാതുകൊണ്ട് കേട്ട കാര്യം ചോദിക്കുമ്പോൾ നോ പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. യെസ്, ഞാനത് ചെയ്തു, ഞാൻ അവിടെ ആയിരുന്നു. ഫോർ വാട്ട്? ദാറ്റ്സ് ഗഡ്സ്. ഇനി രഞ്ജിമയുടെ സന്തോഷം തരുന്ന ഒരു കാര്യം, ഹാപ്പിനെസ് എന്താണ്? സ്നേഹം. സ്നേഹം. ആ, ആദ്യം പറഞ്ഞ പോലെ തന്നെ അതെ, വീക്ക് പോയിന്റ് എൻ്റെ വീക്ക് പോയിന്റ് ഹാപ്പിനെസ് തന്നെ. സ്നേഹമാണ്. ഹാപ്പിനെസ് തരുന്നതും സ്നേഹമാണ്. ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യം എന്താ? ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഇത് തന്നെയാണ്, നമ്മളെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം. ഉം. ഈസ് എ പ്രയോറിറ്റി വേണ്ട, നമുക്ക് ഇമ്പോർട്ടൻ്റ് തരണ്ട. പക്ഷേ നമ്മളെ 10 പേരെ പരിഗണിക്കുന്ന കൂട്ടത്തിൽ നമ്മളും കൂടി ഉള്ളപ്പോൾ, നമ്മൾ തൊട്ടടുത്തിരുന്നിട്ട് നമ്മളെ കണ്ടില്ല എന്ന് പറയുന്ന അത് നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. ഉം. സത്യം. ഇപ്പൊ നമ്മൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കത്തില്ലേ ചിലര്? സത്യം സത്യം. നിലപാടുകളില്ലാത്തവരാണ് ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പം ഓക്കെ, നമ്മളിപ്പം ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു, ഒരു ജേർണി പറഞ്ഞു, സ്ട്രഗ്ലിംഗ് പീരീഡ് പറഞ്ഞു. പക്ഷെ ഞാനിപ്പോൾ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ രഞ്ജുവിൻ്റെ ലൈഫിൽ ഏറ്റവും ഇപ്പം ഒരുപാട് ഈ പറഞ്ഞ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അയ്യോ, അത് പറഞ്ഞ സമയത്ത് ഇത് പറയാണ്ട് എനിക്ക് വിടാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എൻ്റെ ഒരു ക്രഷിനെ എനിക്കൊരു ലേഡി ക്രഷ് ഉണ്ട്. എൻ്റെ ക്രഷിന് രഞ്ജു മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ താങ്ക് യു സോ മച്ച് ദീപിക പടുക്കോൺ. ഓ മൈ ഗോഡ്, നിങ്ങളുടെ ക്രഷ് അല്ല, എന്റെ ക്രഷാണ്. എൻ്റെ പണ്ട് തൊട്ടുള്ള ക്രഷാണ് സത്യം. പണ്ട് മുതലാണെങ്കിൽ ദീപികയുടെ സ്റ്റാർട്ടിങ് മുതലുള്ള ക്രഷാണ് എനിക്ക്. ഞാൻ അത് പറയാൻ കാരണം അറിയോ, രഞ്ജുന്റെ പണ്ടത്തെ വീഡിയോസ്, എനിക്കൊന്ന് ജോസ്റ്റൊക്കെ പണ്ടത്തെ വീഡിയോസിൽ ഒരു ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട് ദീപിക പദുക്കോണിനെ മേക്കപ്പ് ചെയ്യണമെന്ന്. ആ വീഡിയോയിൽ ഞാൻ
കണ്ട ഒരു കാര്യം. പക്ഷേ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്നത് രഞ്ജിമാർ ദീപിക പടുക്കോണെ മേക്കപ്പ് ചെയ്തു എന്നുള്ളത്. ശരിക്കും മാനിഫെസ്റ്റ് ചെയ്തതാണോ അത്? ദീപിക, ഓ മൈ ഗോഡ്. നമുക്കൊക്കെ ഭയങ്കരമായിട്ട് അല്ലേ അങ്ങനെ കെട്ടിപ്പിടിച്ച് സത്യം എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ജീവനാ ദീപിക. അപ്പം നമ്മൾ ഈ ഇപ്പം ഞാൻ പറഞ്ഞു വെച്ച കരിയറിൻ്റെ ആണെങ്കിലോ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു ഹാപ്പിനെസ് തോന്നിയ ഒരു സിറ്റുവേഷനും ഏറ്റവും കൂടുതൽ പെയിൻഫുൾ തോന്നിയ ഒരു സിറ്റുവേഷനും രണ്ടും. കാരണം ഹാപ്പിനെസ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറി മാറി വരും ഹാപ്പിനെസ്. പക്ഷെ എന്നാലും ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു happiness സന്തോഷം തോന്നിയ ഒരു നിമിഷം, ഒരു പക്ഷേ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ആ ഒരു ജേർണി. അതല്ല, ഇപ്പം നമ്മളിപ്പം സന്തോഷങ്ങൾ പലതരം പല ഘട്ടങ്ങളിൽ സംഭവിക്കുന്നു. അയ്യോ എനിക്ക് ഭയങ്കര ഹാപ്പിയായി എന്ന് പറയുന്നത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറൊരു കാര്യം, അയ്യോ എനിക്ക് ഒത്തിരി സന്തോഷം. അത് നമ്മുടെ മനുഷ്യരിൽ എല്ലാവരിലും ഉള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ കിസൈസിൽ നഗരത്തിലൂടെ പോകുമ്പോൾ അൽക്കബേ ബിൽഡിങ്ങിൽ കല്യാൺ സിൽക്കിൻ്റെ തൊട്ടടുത്ത് ആ ഒരു ലൈനിൽ എൻ്റെ ഫോട്ടോ, ഓ മൈ ഗോഡ്, ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കും. ദീപിക പതുക്കോൺ, രഞ്ജിമാർ, പ്രിയാമണി. ഓ മൈ ഗോഡ്, അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കുറേ ആൾക്കാർ അതുവഴി പോകുമ്പോൾ, എസ്പെഷ്യലി മലയാളീസുകൾ പോകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ അവിടുത്തെ അപ്പുറത്തെങ്ങാനും നിൽക്കുമായിരിക്കും, പക്ഷേ മലയാളീസ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ബോർഡിൻ്റെ മുമ്പിൽ ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ കാണുമ്പോൾ അയ്യോ ഞാനും അതുവാണെന്നുള്ള രീതിയിൽ ചിലർക്ക് അറിയത്തില്ല, ചിലർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ എന്താ പറയുക, ഓറ ബ്യൂട്ടി ലോഞ്ച് ഓപ്പൺ ചെയ്തത് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു. കാരണം പണ്ട് ഒരു സലൂണിനകത്ത് എനിക്ക് കയറാൻ പറ്റില്ലായിരുന്നല്ലോ. ഇപ്പോൾ ഒരു സലൂൺ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഐ എം സോ പ്രൗഡ് മൈ സെൽഫ്, ഹൂ ആം ഐ. കാരണം എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പണ്ട് ദുബായ് മാളിലൊരു സലൂണിൽ ഞാനും റിമി ടോമിയും കൂടി പോയപ്പം എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ കാരണം എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല, നോട്ട് അലൗഡ് എന്ന് പറഞ്ഞവർ. അങ്ങനെയുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നോട്ട് അലൗഡ്, അപ്പം ജസ്റ്റ് പെഡിക്യൂറാണെന്ന് റിമി പറഞ്ഞ് റിക്വസ്റ്റ്, നോ 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 നോട്ട് അലൗഡ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തൊരു 2 മണിക്കൂറോളം ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടന്ന്. പക്ഷേ ആ സ്ഥാനത്ത് ഇന്ന് ഞാൻ ദുബായ് നഗരത്തിൽ ഒരു ഓണറായിട്ട് ഒരു സലൂൺ ഇരിക്കുമ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് വരുമ്പോൾ ഐ എം സോ ഹാപ്പി, ഐ എം സോ പ്രൗഡ് മൈ സെൽഫ്, ഹൂ ആം ഐ ആം എ വുമൺ. നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫിൽ സ്വപ്നങ്ങളുണ്ടാവും. പക്ഷെ ആ സ്വപ്നത്തിൽ എത്തിപ്പെടുക എന്ന് പറയണതാണ് അതിന് പിന്നിൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. എനിക്ക് ആരെയും തോൽപ്പിക്കണ്ട ലോകത്ത്. എനിക്ക് ഒരു കുഞ്ഞുങ്ങളെയും ആ തോൽപ്പിക്കുക വിജയിക്കുക എന്നുള്ള ഒരു വേർഡ് എൻ്റെ ലൈഫിലില്ല. എനിക്ക് ജീവിക്കണം, അന്തസ്സായിട്ട് ജീവിക്കണം. ഈ അന്തസ് എന്നുള്ള ഒരു പദം ഞാൻ എന്നും എടുക്കും. അന്തസ്സായിട്ട് എനിക്ക് ജീവിക്കണം. ഞാൻ കാരണം ഒരാളിൻ്റെയും അന്നം മുട്ടില്ല. എൻ്റെ അന്നം മുട്ടുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറുമില്ല. എൻ്റെ അന്നം ഉണ്ട്, അത് തേടി പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ദാറ്റ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി. ഓക്കെ. അങ്ങനെ ഓരോരോ ലൈഫിലെ സ്വപ്നങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സഫലീകരിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഇനി നെക്സ്റ്റ് ലൈഫിൽ ഏറ്റവും കൂടുതലൊരു സ്വപ്നം എന്താണ്? സ്വപ്നം ആണോ ആഗ്രഹമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ദുബായിൽ സെറ്റിൽ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. ദുബായ് സെറ്റിൽ ചെയ്യണം, ദുബായിൽ വീട് വെച്ച് ദുബായിൽ താമസിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. രഞ്ജിമ അതൊരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം, ലെറ്റ്സ് ഒരു 10, 30, 40 വർഷങ്ങൾക്ക് ശേഷം ഈ രഞ്ജിമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ആൾക്കാർ എങ്ങനെ ഓർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? എന്ത് ഇതിൽ ഓർക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? പ്രോഡക്റ്റിലൂടെ എൻ്റെ ബ്രാൻഡ് പ്രോഡക്റ്റിലൂടെ. ലൈക്ക് മേക്കപ്പ്. ഞാനിവിടെ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കാനായിട്ട് ഉള്ള ഏതെങ്കിലും നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റിലൂടെ. അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? അങ്ങനെ ബൈ രഞ്ജിമാർ എന്നുള്ള ഒരു സൈനിങ്ങോട് കൂടിയുള്ള ഒരു പ്രോഡക്റ്റ്. അത് എവിടെയും പറയാത്തൊരു കാര്യമല്ലേ അത്? അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഉടനെ തന്നെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അടുത്ത ഇനി നമ്മൾ കാണുന്ന സമയത്ത് എല്ലാ ആഗ്രഹങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അറ്റ് ദ സെയിം ടൈമിൽ ഇപ്പം നമ്മളെ ലുമിനോ ഫോക്കസ് നമ്മുടെ പോഡ്കാസ്റ്റ് എല്ലാവരും കേട്ടുകൊണ്ടിരിപ്പുണ്ട്. നമ്മുടെ പോഡ്കാസ്റ്റുള്ളത് നമ്മൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രഞ്ജിമാരാണ് എൻ്റെ കൂടെ ഉള്ളത്. നിങ്ങൾ ഇത്രയും നേരം കേട്ടത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു വുമൺ ആണ്. അറ്റ് ദ സെയിം ടൈം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടല്ല, LGBTQ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അത്രയും സ്ട്രോങ് ആയിട്ടൊരു അവരുടെ കൂടെ ഒരു സ്ട്രോങ്
സ്ട്രോങ് പില്ലറായിട്ട് കൂടെയുള്ളൊരു വ്യക്തിയാണ്. എന്നെ ഇവിടെ വന്ന് എൻ്റെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ രഞ്ജു താങ്ക് യു സോ മച്ച്. ഒരുപാട് ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ല, എന്നെ ഒരുപാട് സംബന്ധിച്ച് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞു. അതിനുള്ള ഒരു സ്പേസ് ആയിരുന്നു ഇത്. ഉം. അല്ല, നമ്മളെ സംബന്ധിച്ച് താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആദ്യത്തെ രഞ്ജുവിന്റെ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് പോഡ്കാസ്റ്റ് ഇന്റർവ്യൂ ആണ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്. ബൈ ബൈ. അപ്പൊ താങ്ക് താങ്ക് യു യു സോ താങ്ക് യു മച്ച്, സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ബൈ, സീ കമ്മിങ്. യു. നമ്മൾ എന്തായാലും ബൈ ഇനി കാണും. ബൈ.